ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക രംഗത്താണെങ്കിലും ആത്മീയ രംഗത്താണെങ്കിലും എല്ലാവരെയും ഒരേ സ്ഥാനത്തോ മേഖലയിലോ ഫീൽഡിലോ ഏർപ്പാടിലോ അല്ല നിർത്തിയിട്ടുള്ളത്. തസ്തിക വ്യത്യസ്തമാണ്. ഭൗതിക രംഗത്ത് എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. ആത്മീയ രംഗത്ത് അംഗീകരിക്കാൻ പലർക്കും പ്രയാസം പോലെ. ഭൗതിക രംഗത്ത് നമ്മുടെ മേലെ ഒരുപാട് ആളുകളുണ്ട് എന്ന് അംഗീകരിക്കുകയും നമ്മുടെ ആവശ്യത്തിന് അവരുടെ മുമ്പിൽ പോയി എന്ത് ചെയ്യാനും എങ്ങനെ കെഞ്ചാനും നമ്മൾ തയ്യാറാണ്. നാട്ടിൽ നിന്നാ നടക്കൂല, എന്നെക്കാളും കാശുള്ള അറബികൾ അബുദാബിയിലുണ്ട് എന്ന് കരുതിയിട്ടല്ലോ കെട്ടികളെയും കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര കാലം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് ഓടുന്നത്. എന്താ അബുദാബിയിലുള്ള പടച്ചോൻ തന്നെയല്ലേ നമ്മളെ നാട്ടിലുള്ളത്? പിന്നെന്തിനാ അങ്ങോട്ട് ഓടുന്നത്? തരുന്നതൊക്കെ പടച്ചോനാണ്. പക്ഷെ പടച്ചോ എന്നേക്കാളും പൈസ കൊടുത്തിട്ട് ഉയർത്തിയ ചില ആളുകൾ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അത് കിട്ടണമെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് കീഴെ പണിയെടുക്കന്നെ വേണം എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് ഓടുന്നത്. ഇത് ആത്മീയ രംഗത്തും അങ്ങനെ തന്നെ മനസ്സിലാക്കിയ പോലെ എല്ലാവരും പോലെയല്ല. അവിടെ എത്തുമ്പോൾ കാണാൻ ഷിർക്ക് കുഫർ എന്ന് പറഞ്ഞു. ആ ദുന്യാവിൻ്റെ അന്നത്തിലും വെള്ളത്തിലൊന്നും ഷിർക്കും കുഫറില്ലേ? എന്താ ചില ആളുകളൊക്കെ വിദേശങ്ങളിൽ പോയിട്ട് അറബിയുടെ മുമ്പിൽ കുമ്പിടുന്ന കണ്ടാൽ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി. ഇന്നൊരു പ്രിയപ്പെട്ട സഹോദര ക്ലിപ്പ് അയച്ചെന്നു. അപ്പോൾ അതിലുണ്ട് സമസ്തൻ്റെ എല്ലാവരും ഒരു ചെറുപ്പക്കാർ റോഡ് സൈഡിൽ നിന്നിട്ടാൻ തോന്നുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഉസ്താദുമാർ ഞാൻ വെല്ലുവിളിക്കുകയാണ് പറയണോന്ന്. എന്താ പറയാനുള്ളത്? അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുള്ളൂ, അള്ളാഹിനോട് തന്നെ സഹായം തേടുള്ളൂ. അപ്പൊ പിന്നെ വേറെ ഉള്ളവരോട് തേടാൻ പാടില്ല എന്നാണോ? എന്നാ അതിൻ്റെ എല്ലാ തഫ്സീറിന്റെ കിതാബിലുണ്ട് ഫി ജമീൽ മത്ലൂബാത്തി എന്ന്. സഹായം തേടപ്പെടുന്ന എല്ലാ വിഷയത്തിലും അള്ളാഹിനോട് മാത്രമേ സഹായം തേടൂന്ന്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സഹായം തേടാൻ പാടില്ല, കാരണം ഷാഫി അള്ളയാണല്ലോ. ആ ഡോക്ടറോട് പോയിട്ട് എൻ്റെ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ കാഫറാവോ? കാരണം രോഗം മാറ്റുന്ന അല്ലല്ലേ. ഉമ്മാനോട് പോയിട്ട് എനിക്ക് ഭക്ഷണം തന്നിട്ട് വിശപ്പ് മാറ്റണം എന്ന് പറഞ്ഞാൽ അപ്പോൾ മുശ്രിക്കാവോ? കാരണം റാസിക്ക് അല്ലല്ലേ. അപ്പൊ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലോ സമുദായത്തിനെതിരെ കുതിര കയറിയിട്ട് ഷിർക്കും കുഫറും ഇങ്ങനെ ഹോൾസെയിൽ വിൽപ്പന നടത്തുക തന്നെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനായിട്ട് യൂട്യൂബ് കച്ചവടം നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഓൽക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഉമ്മത്തിനെ കാഫറാക്കണം, പൈസ കിട്ടണം, കുമ്പ ഉറപ്പിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനത് പറയാൻ ശ്രമിക്കുന്നത്, അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീയ രംഗത്തും എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾ അള്ളാഹു തആല ഉയരത്തിൽ വെച്ചിട്ടുണ്ട്, ഉന്നത സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ തീരൂ. എല്ലാവരും ഒരുപോലെ ഒന്നുമില്ല. മനുഷ്യകോടികളിൽ അള്ളാഹു ഉയരത്തിൽ വെച്ച അവന്റെ ശുദ്ധാത്മാക്കളാണ് തെറ്റ് ചെയ്യാത്ത അമ്പിയാക്കൾ. അമ്പിയാക്കളിൽ തന്നെ വലിയ മഹാന്മാരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളിൽ തന്നെ മഹാന്മാരാണ് ഉലുൽ അസ്മ്. ആരാണവർ? മഹാനായ ശൈഖുൽ അംബിയാ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, മഹാനരായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ, മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹീം, മഹാനരായ റൂഹുല്ലാഹി ഈസാ. ഇങ്ങനെയുള്ളവരില് നേതാവാണ് മഹാനരായ സയ്യിദുൽ മുർസലീൻ, ഖാതമുൻ നബിയ്യീൻ, ഷഫീഉൽ മുദ്നിബീൻ, മഹബൂബു റബ്ബിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ഷഫീഉനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ.
പോരാ പോരാ, സ്വലാത്തിൽ ഇത്തിരി ആവേശം കൂട്ടി ആണുങ്ങളൊന്ന് ഉറക്കെ ചൊല്ലിക്കേ. എന്തായാലും മുദ്രാവാക്യത്തിൻ്റെ മേലെ എന്താ മുദ്രാവാക്യമുള്ളത്? നമ്മുടെ മുദ്രാവാക്യം ഇതൊക്കെയാണ്. വേറെ ആൾക്ക് വേണ്ടിയിട്ട് ഉച്ചക്ക് ഊര്യം കുലുക്കിയിട്ട് തൊണ്ട പൊട്ടിച്ചിട്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും കാര്യമില്ല. തിരിഞ്ഞു നോക്കൂല, അല്പം ആവശ്യമുള്ളിടത്തൊന്നും ആരെയും കാണൂല. ഇത് കുടുങ്ങിയ എല്ലാ സ്ഥലത്തും സഹായിക്കുന്ന ആളാണ് മുഹമ്മദ്. സയ്യിദ് എന്നുള്ളതിന്റെ അർത്ഥം അതല്ലേ? അറബി വാക്കിന് നേരെ മലയാളം വെക്കുക, ഡിക്ഷണറി വെക്കിയിട്ട് അന സയ്യിദ് ഉൽദി ആദം മുഹമ്മദ് മുസ്തഫ. എന്താ സയ്യിദ് എന്ന് പറഞ്ഞാൽ? ആപൽ ഘട്ടത്തിലൊക്കെ അവലംബിക്കപ്പെടേണ്ട ആള്, അതാണ് സയ്യിദ്, അതാണ് നേതാവ്. ഏത് ഘട്ടത്തിലും വരുന്നതാണ്. അതുകൊണ്ടുറക്കെ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. എന്താണ് നിങ്ങൾക്ക് ശബ്ദം ഉയരൂല? നിങ്ങളിവിടെ കുറേ വിദ്യാസമ്പന്നരൊക്കെ ഉണ്ടല്ലോ, ഭൗതിക തലത്തിലൊക്കെ ഉയർന്ന് ചിന്തിക്കുന്നവരും സ്ഥാപനങ്ങളിൽ ടീച്ചേഴ്സൊക്കെ നിറഞ്ഞ സദസ്സല്ലേ. നിങ്ങൾക്കല്ലേ നല്ല മണ്ട വേണ്ടത്? ഒന്ന് ഉറക്കെ ആണുങ്ങൾ സലാത്തല്ലിയും, കുട്ടികളൊന്നും സംസാരിക്കരുത് കേട്ടോ, മേലേന്നും താഴേന്നും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. മുത്തനബിയുടെ മക്കാമ് എത്തിപ്പിടിക്കാൻ പറ്റുന്നതല്ല ഭാവന കൊണ്ടോ ഗവേഷണം കൊണ്ടോ. അത് അള്ളാഹു വെച്ചൊരു പ്രത്യേക മക്കാമാണ്. പിന്നെ നമുക്ക് കുറെ ചിന്തിച്ചാൽ വായിച്ചാൽ കുറേയൊക്കെ ഇങ്ങനെ അറിയാം. എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ ചിന്തിക്കണേ. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അത് സ്റ്റേജുകളിൽ മാത്രമല്ല, പേജുകളിൽ മാത്രമല്ല, ഇരുട്ടത്ത് മാത്രമല്ല, വെട്ടത്ത് മാത്രമല്ല, ഒരാൾ മാത്രമല്ല, സഭ കൂടിയിട്ട് മാത്രമല്ല. ഇന്ന് ലോകത്ത് 200 കോടി മുഅ്മിനീങ്ങളുണ്ട്. അവര് മുഅ്മിനീങ്ങളായി പിടിച്ചു നിൽക്കണമെങ്കിൽ 17 റക്അത്ത് 24 മണിക്കൂറിനിടയിൽ നിസ്കരിക്കണല്ലോ. ഈ 5 വഖത്തിൽ കടന്നു വരുന്ന 17 റക്അത്തുകളിൽ 9 തവണ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാറുണ്ടല്ലോ. 20 ഗുണിക്കണം 9 സമോ 1800 കോടി പ്രാവശ്യം 24 മണിക്കൂറിനിടയിൽ നിർബന്ധമായോ സലാമിന്റെ അഭിവാദ്യം അർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ ഭൂപ്രപഞ്ചത്തിൽ മദീന മാത്രമാണ്. അതന്നെ ഏതായാലും നിർബന്ധമായിട്ട് നടക്കുന്ന സലാം നിസ്കാരം. അതിന് പുറത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. അത് കൂട്ടിയാലോ 1800 കോടി തവണ അല്ല. അതിൻ്റെ പുറത്ത് ഒരു ദിവസം 10,000 സലാത്തിൽ നാളെ എനിക്കറിയാം. ഞാനൊരു ദിവസം 1000 സലാത്ത് ചുരുങ്ങിയത് ഇപ്പം ഒരു 10 ദിവസമായിട്ട് ചുരുങ്ങിയത് 1500 സലാത്തിൽ നിന്ന ആളാണ്. അതെന്തിനാ തുറന്ന് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിന് പറയാം. അപ്പൊ എന്നെ പോലെ 1500, 2000, 2500, 3000 ഒക്കെ സലാത്തിൽ നിന്ന് സലാം എല്ലുന്ന സലാത്തിൽ സലാമും വരുമല്ലോ, ആളുകൾ ഉണ്ടോ? അപ്പോ 24 മണിക്കൂറിൽ മദീനയിൽ കോടാനക്കോടി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നോ അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ്. വേറെ ആർക്കാളുള്ളത്? രണ്ടാമത്, ഈ ഭൂപ്രവിശ്യയില് സ്തൂപങ്ങളില്ല, പ്രതിഷ്ഠകളില്ല, ഫോട്ടോസില്ല. എന്നാലും കേട്ട അടിസ്ഥാനത്തില് ഒരാളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇത്ര ലക്ഷങ്ങൾ ദിനം പ്രതി ഒഴുകുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് മദീനയാണ്. വേറെ എവിടെയുള്ളത്? ഒരാള് ആ ആള് വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഈ ആഴ്ചയിൽ 2 ദിവസമല്ല, എന്നും ലക്ഷങ്ങൾ ക്യൂ നിൽക്കാനൊന്ന് സലാം പറയാൻ ഒരു സ്ഥലമുണ്ടോ ഭൂമിയിൽ വേറെ? ഇത് മദീനയാണ്. നമ്മളൊക്കെ ദൂരെ നിന്ന് സലാം പറയുകയാണ്. സലാം പറയാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് കാണാത്ത നേതാവിന് വേണ്ടി പാട്ടുപാടി കരയാൻ, സലാം പറഞ്ഞ് കരയാൻ ദിനം പ്രതി ലക്ഷങ്ങൾ ഒഴുകുന്ന ഒരേ ഇടം, അത് ഭൂമിയിലെ സ്വർഗീയ ഇടമായ മദീനയാണ്. മൂന്നാമത്,
ഈ ലോകത്ത് ഒരാളുടെ പേര് ഇത്രമേൽ ആ ആളെ പ്രണയിച്ചുകൊണ്ട് ലോകത്ത് വ്യാപിച്ചുവെങ്കിൽ അത് മുഹമ്മദ് എന്ന പേര് മാത്രമാണേ. ഒന്ന് സർവേ നടത്തി നോക്കൂ. കോടാനക്കോടികൾ ഇതിനകം 1500 കൊല്ലങ്ങൾക്കിടയിൽ മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചവരാണ്. ഈ ഒരു അഭിമാനം പറയാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുമോ? ചൈനയുടെ പ്രസിഡന്റിന് കഴിയുമോ? പാകിസ്ഥാൻ പ്രസിഡന്റിന് കഴിയുമോ? അഫ്ഗാൻ പ്രസിഡന്റിന് കഴിയുമോ? ഇറാൻ പ്രസിഡന്റിന് കഴിയുമോ? ഇന്ത്യൻ പ്രസിഡന്റിന് കഴിയുമോ? ലോകത്ത് ഏതെങ്കിലും രാജ്യത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ സെക്രട്ടറിക്കോ അവർക്കുള്ള പേര് അവരെ സ്നേഹിച്ചുകൊണ്ട് ഇത്രമേൽ കോടികൾ സ്വന്തം സ്വീകരിച്ചും കുട്ടികൾക്കും പേരമക്കൾക്കും കൊടുത്ത് കോടാനക്കോടി വ്യാപിപ്പിച്ചൊരു ചരിത്രം പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേര് എത്ര കോടികളാണ് സ്വീകരിച്ചത്? എന്തിനു വേണ്ടി? പ്രണയ പ്രകടനമാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വല്ലജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മൗലായ സ്വല്ലി വസല്ലം. ഇമാം ബൂസീരി തങ്ങൾ തന്നെ പറഞ്ഞത് എത്ര അഭിമാനമാണ്. ഫൈനലി ദിമ്മത മിൻഹു ബി തസ്മിയതി മുഹമ്മദൻ വഹുവ ഔ ഫൽ ഖൽഖി ബിദ്ദിമമി മൗലായ. എനിക്ക് റസൂലുമായിട്ടൊരു ബന്ധമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ സഹായവും ശഫാഅത്തും അതുവഴി എനിക്ക് പ്രത്യാശയുണ്ട്. കാരണം ഞാൻ റസൂലുള്ളാന്റെ പേര് സ്വീകരിച്ച ആളാണ്. ആ പേര് സ്വീകരിച്ചതിൻ്റെ പേരിൽ പരലോകത്ത് പ്രതീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അഭിമാനത്തോട് വിളിച്ചു പറയുന്ന എത്ര 10,000-കണക്കിനുള്ള പടുകൂറ്റൻ പണ്ഡിതന്മാരാണ്. ഈ പേര് തന്നെ അത്ഭുതമാണ്. ഇങ്ങനെ വേറൊരാളില്ല, അങ്ങനെ വേറൊരാളില്ല. ഞാൻ എല്ലാ ദിവസവും അത് പറയുന്ന ആളാണ്. മിക്കവാറും ദിവസം ലൈവുണ്ട്. ഇപ്പം ഇന്നലെ പറഞ്ഞ് ഇന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കേൾക്കാൻ നിൽക്കൂല. അത് ഇന്നലെ കേട്ടാന്ന് പറയും, അല്ലെങ്കിൽ അത് മിഞ്ഞാന്ന് കേട്ടാന്ന് അറിയും. പക്ഷെ എൻ്റെ ആയുസ് മുഴുവനും റസൂലുള്ളാഹിനെ ഞാൻ പറഞ്ഞാൽ ഹബീബിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് ഒരക്ഷരത്തിൽ ഒട്ടി നിൽക്കുന്ന പശ എടുക്കാൻ എനിക്ക് കഴിയില്ല. അത്ര സമുന്നത സ്ഥാനത്തെ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ഉന്നതമായ മേഖലയിലെ നിത്യശോഭയായി പ്രോജ്വലിക്കുന്ന ജ്യോതിർഗോളമാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിനെ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ, നന്നായിട്ട് മനസ്സിലാക്കണം. മഹല്ല് പ്രസിഡന്റിനെ മനസ്സിലാക്കിയത് മാറിയ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയാൽ മതിയോ? പഞ്ചായത്ത് പ്രസിഡന്റിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മതിയോ? ജില്ലാ മേധാവിയെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മതിയോ? കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെയോ പ്രസിഡന്റിനെയോ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കിയാൽ മതിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. എന്തുകൊണ്ട്? നമ്മുടെ വാപ്പയെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ, ഉമ്മയെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ. നമുക്ക് നമ്മളെക്കാൾ മനസ്സിലാക്കാൻ കഴിയണം. എന്ത്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് ഖുർആൻ. ഇത് ഖുർആനാ, ഹദീസല്ല, ഖുർആനാ. മുത്തുനബി ഓരോ വിശ്വാസിയോട് അവരുടെ ശ്വാസത്തേക്കാൾ, റൂഹിനേക്കാൾ, ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാ. അപ്പൊ നമ്മൾ എത്രമേൽ മനസ്സിലാക്കണം. ഒന്നും മനസ്സിലാക്കാതെ പോലെ നാളത്തെ പരീക്ഷയ്ക്ക് വിജയിക്കണമെങ്കിൽ ഈ ആളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു പുറത്തില്ലാതെ പോയാൽ തോറ്റുപോകും. കാരണം അവിടെ ചോദ്യം വരുന്നുണ്ട്, മൻ നബിയുക്ക, മൻ നബിയുക്ക ചോദ്യമാണ്. കൃത്യമായിട്ട് പറയണമെങ്കിൽ നബിയെ കുറിച്ച് പഠിച്ചവർക്കേ പറയാൻ കഴിയുള്ളൂ. കുട്ടികൾക്കറിയോ? നാളെ ഞാൻ കുട്ടിനോട് ചോദിച്ചു, മുത്തുനബി ജനിച്ചത് ഇവിടെ മക്കത്ത്, വഫാത്തായത് മദീനത്ത്, ജീവിച്ചതോ എനിക്കറിയില്ല എന്നറിഞ്ഞു. വേറെ ആളോട് വെച്ചു, മുത്തനബീന്റെ ഖബർ ഇവിടെ കാബത്തിന്റെ ഉള്ളിൽ നിന്ന്. ഖബർ ഇതൊന്നും LKG പഠിക്കുന്ന കുട്ടികളല്ല, 10 വയസ്സായ ആൾക്കാരാ ഇപ്പൊ പറയുന്നത്. ബോധല്ല, എന്തൊക്കെ ഒരു കേട്ടുകളിവുണ്ട്. എന്നിട്ട് അങ്ങനെ അവന്റെ പുഴയിൽ നീന്തി നടക്കുകയാണ്. അതിന്റെ ഇടയിലല്ലേ മരണം വരിക. എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂ? ഇടയിൽ പെട്ടെന്ന് മരിക്കൂലേ? ആക്സിഡന്റിലാവാം.
തുണി കുപ്പായിട്ടത്, പാൻറ് കുപ്പായിട്ടത്, പർദ്ദട്ടത് നമ്മൾ ഊരിൽ ആരാന്നറിയോ? ഇട്ടത് നമ്മൾ ഊരിൽ ആരാന്നറിയോ? ശ്വാസത്തമില്ലല്ലേ നമ്മളെ നിലനിൽപ്പ്. ശ്വാസം പോയാൽ മയ്യത്തായില്ലേ? ആ മയ്യത്തെന്ന പേരും പേറി ആരാന്റെ തോളിലേറി പോകുന്ന ഒരു ലോകമില്ലേ, കാലമില്ലേ? ആ സമയത്ത് പുരയിൽ നിന്ന് ഇറക്കുമ്പോ കദ്ദിമൂനി കദ്ദിമൂനി എന്ന് പറയണമെങ്കിൽ കൽബിന്റെ ഉള്ളിൽ വേണേ മുഹമ്മദ് മുസ്തഫ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി വജുകൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി റബ്ബൽ ആലമീന അലാ. കുട്ടികളെ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയും അങ്ങനെ നടക്കരുത്. ചെറുപ്പക്കാർ കുട്ടികൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയും സൗണ്ട് ഇടാതെ മേലേന്നും താഴേന്നും ഒച്ച വെക്കരുത്. എല്ലാവരും മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരിക്കുകയും. ഇത് റസൂലുള്ളാഹിന്റെ സാസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ പരമപ്രധാനമായിട്ട് വേണ്ടത് അദബാണ്. അദബും പരമപ്രധാനമാണ്. ഇതൊന്നും ആർക്കും തർക്കമില്ല. ഹദീസിന്റെ ലക്ഷപ്രഭുക്കളൊക്കെ ഈ പേരിന്റെ മുമ്പിൽ അദബ് കാണിച്ചവരാണ്. മുൽഖത്താബിന് ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു, പേരിട്ടിരുന്നു മുഹമ്മദ് എന്ന്. റസൂലുള്ളാഹിന്റെ പേരാട്ടത്. പക്ഷെ ഈ കുട്ടി എന്തോ ഒരു കുസൃതി കാണിച്ചപ്പോ ഈ കുട്ടിനെ ആരോ വഴക്കറിഞ്ഞു, എടാ മുഹമ്മദേ വികൃതി ആട്ടലടാ അറിഞ്ഞു. അതോടെ മുൽഖത്താബ് പൊട്ടിക്കരഞ്ഞു. പടച്ചോനെ, എൻ്റെ മുത്തനബിന്റെ പേരല്ലോ എടാ മുഹമ്മദേ ഉരുത്തക്കെട് കാണിക്കല്ലേ എന്ന് പറഞ്ഞത്. പേരക്കുട്ടിനെ വിളിച്ചിട്ട് പേരങ്ങട്ട് മാറ്റി അബ്ദുറഹ്മാൻ എന്ന് പേരാണ്ടിട്ട് എനിക്ക് മുഹമ്മദ് എന്ന് പേരും ഉണ്ടായിരുന്നു. ആ പേരുകൊണ്ടുള്ള ബഹുമാനാണിത്. നമ്മളെന്താ മനസ്സിലാക്കി? ഈ പേരിന്റെ ബഹുമാനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മദ്ഹബ്. ഇമാമുന ഷാഫിയുടെ മദ്ഹബല്ലേ ആ വഇദാ ദുക്ര ഇൻദഹു മുഹമ്മദ്. ഇമാമുന ഷാഫിയുടെ മുമ്പിൽ മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ യബ്കീ ഹത്താ നർഹമാ. പറഞ്ഞ ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് തന്നെ പറയണ്ടെന്ന് തോന്നിപ്പോയി, ഞങ്ങൾക്ക് തന്നെ മനസ്സിൽ വല്ലാത്ത അലിവായി വേദനയായി. അതിന് മാത്രം ഈ പേര് കേട്ടാൽ ഷാഫി ഇമാം കരയുകയാണ്. എന്താ ഈ പേരിന്റെ മുമ്പിൽ ഇത്ര കരയാന്? എന്താ കരയാന്? തഅലീമും മഹബ്ബത്തും ഇല്ലാതെ ഈമാൻ പൂർത്തിയാകൂല. ഇബാദത്ത് നിസ്കരിച്ചാലും നിസ്കരിച്ചോരും നരകത്ത് പോവും, നിസ്കരിക്കാത്തവരും നരകത്ത് പോവും. ഞാൻ ഒന്നും കൂടെ പറയാം. നിസ്കരിച്ചോരും നരകത്ത് പോവും, നിസ്കരിക്കാത്തവരും നരകത്ത് പോവും. വൈലുൽ ലിൽ മുസല്ലീൻ, അത് നിസ്കരിച്ചോരാ. നിസ്കാരം കാര്യമൊക്കെ ഗൗരവത്തിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് അള്ളാഹ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിച്ചോരും നരകത്തിലുണ്ട്. പക്ഷെ വൈലുൽ ലിൽ മുഹിബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബിയെ സ്നേഹിച്ചൊരു നരകത്തിലുണ്ട് എന്ന് ഒരു ഹദീസിലുമില്ല, ഒരായത്തിലുമില്ല. എന്തുകൊണ്ട്? അൽ മർഉ മഅ മൻ അഹബ്ബ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടണേനൊക്കെ ഒരു ബേസ് ഉണ്ട്, ഒരു രേഖയുണ്ട്, ഒരു മുരടുണ്ട്. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫഅത്തിൻ ത്വാഹ കഫൽ ഇന്നല്ലിലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ്, ശ്രുതി നിനക്കായി നൽകും നാദനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിഷമില്ലാത്ത, പോയസില്ലാത്ത, അസണ്ടയില്ലാത്ത ഫ്രഷായ ലഹരി ആർക്കെങ്കിലും മോന്തണോ? ആ ലഹരിയാണിത്. ഈ കള്ള് ധാരാളം കുടിക്കുക. കൽബിന്റെ മുഹമ്മദിയ മുന്തിരിച്ചാറിൽ നിന്ന് ഒഴുകുന്ന ജ്യൂസ് നന്നായി കുടിക്കണം. സ്വഹാബാക്കളൊക്കെ അങ്ങനെയാണ്. കേവലം ഇത്തിബായിന്റെ ആളുകളൊന്നുമല്ല അവര്. ഇത്തിബാ ഉണ്ട്, സ്വയം സമർപ്പിച്ച സ്നേഹമുണ്ട്. അതായിരുന്നു അസ്ഹാബ് മുഹമ്മദ്. ഹാജറു വജാഹദു വനസറു ലിൽമില്ലത്തി ഹൗലാഇൽ ഖൗമു സഹബുൽ ഹാശിമിൽ മുസ്തഫ
عنهم دوما رضاء الله رب العزة لا إله إلا الله. ഏറ്റവും റൂഹിന് ടേസ്റ്റ് ഉള്ള തേനാണ് ഹുബ്ബുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തേൻ വിതരണം ചെയ്ത് ഏതോ ഒരാളെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായിട്ടുണ്ടല്ലോ, അതിനൊരു മറുപടി കൊടുക്കുമോ എന്ന് വെച്ച്. നിങ്ങളൊക്കെ പലപ്പോഴും ചിലപ്പം കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ട്രോളന്മാർ സോഷ്യൽ മീഡിയ പിടിച്ചടക്കിയ കാലമാണ്. പക്ഷെ ഞാനത് കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടത്. ഖുർആൻ പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ ദാഴി എന്ന് പറയുന്ന ചില വ്യക്തികൾ പോലെ അതിൻ്റെ പിറകിലുണ്ട്. അതാ സങ്കടം. രോഗം മാറാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് ദ്വാരുന്ന രോഗം മാറൂലേ? മാറൂലേ അല്ലേ? അതിപ്പോൾ ഞാനായിട്ട് പറഞ്ഞാൽ കളിയാക്കാൻ പറ്റും. ഇപ്പോൾ അത് ദ്വാരുന്നിട്ട് ക്യാൻസർ മാറി, ദ്വാരുന്നാൽ ഇന്ന സോക്കടേ മാറുള്ളൂ, പനിയൊക്കെ മാറുള്ളൂ, ദ്വാരുന്ന ക്യാൻസർ മാറുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹിനെ ചെറുതാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ഇപ്പോൾ പറയാണ്, ഇന്ന സ്ഥലത്ത് ഞാനാവട്ടെ വേറെ ആരെങ്കിലും ആവട്ടെ, അല്ല നിങ്ങളെ നാട്ടിൽ ഉസ്താദ് ഇന്ന സ്ഥലത്ത് ദ്വാരുന്നു, ഒരാൾ രോഗം മാറിയെന്ന് തന്നെ അപ്പോൾ ട്രോൾ ചെയ്യണ്ടാവും. കാരണം ദ്വാരുന്ന രോഗം മാറൂലേ? ആ തേനും കൂടി കുടിക്കണ്ട. ചിലപ്പോൾ അലോപ്പതി പോലെ രോഗം മാറും, യുനാനി കൊണ്ട് രോഗം മാറും, ആയുർവേദിക് കൊണ്ട് രോഗം മാറും, പച്ച മരുന്നുകൊണ്ട് രോഗം മാറും, വെറുതെ രോഗം മാറും. ഇതൊക്കെ മാറ്റണാരാ? അല്ലാഹ്. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല എല്ലാം ചൂണ്ടിക്കാണിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിലും ശിഫ ഉണ്ട് എന്ന് പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതാണ്. നമ്മൾ തലവേദനയും പനി മാറാൻ വേണ്ടി പനഡോൾ വിളിക്കലില്ലേ? ഇല്ലേ? കുടിക്കാറില്ലേ? അത് ഖുർആനിലോട്ടില്ലേനു. അപ്പൊ അതുകൊണ്ട് ഒരാൾ സോക്കട് മാറി എന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതമില്ല. ഖുർആനിൽ പറഞ്ഞ സാധനം കൊണ്ട് മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതം കളിയാക്കലും മുഅ്മിനീങ്ങൾ തന്നെ. സൂറത്തുൻ നഹ്ലിൽ പടച്ചോൻ പറയാണ് ഫീ ശിഫാഉൽ ലിന്നാസ്. സൂറത്തുൻ നഹ്ലിൽ പടച്ചോൻ പറയല്ലേ അത് ഫീ ശിഫാഉൽ ലിന്നാസ്. വേണമെങ്കിൽ എൻ്റെ ഈ ഭാഗം ഒന്ന് ക്ലിപ്പാക്കി നിങ്ങൾ വിട്ടോളിട്ടോ. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം. കാരണം കുറെ ആൾക്കാർക്ക് അതിൽ സംശയമുണ്ട്. ഞാൻ എന്നെ മറുപടി പറഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. എടാ മോനെ, ഖുർആനിൽ പറഞ്ഞാണ്, നീ മോളാണെങ്കിൽ മോളെ എന്നെ എന്തോ വിളിച്ചോ, പക്ഷെ ഞാൻ മോനെ മോളെ എന്ന് വിളിക്കുന്നുള്ളൂ. ഫീഹി ശിഫാഉൽ ലിന്നാസ് ഖുർആൻ പറഞ്ഞോ ഇല്ലേ? അല്ല പറഞ്ഞതിന് ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നാണ്. ബഹുവ ശിഫാഉൻ ലിക്കുല്ലിന്നാസി എന്നല്ല. ഇമാം റാസി തങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ രോഗത്തിനും എപ്പോഴും ഔഷധമാവും എന്ന് അല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വലിയൊരു മരുന്നാണ് എന്ന് അല്ല പറഞ്ഞു. ആ മരുന്ന് ചില ആളുകൾക്ക് ഫലിക്കും, ചിലർക്ക് ഫലിക്കൂല. അങ്ങനെ തന്നെയല്ല അലോപ്പതി. ക്യാൻസർ പിടിച്ചുകൊണ്ട് അലോപ്പതിക്കാരന് മുമ്പ് പോയിട്ട് കീമ ചെയ്തിട്ട് രക്ഷപ്പെട്ടവരാണോ കൂടുതൽ, കഷ്ടപ്പെട്ടവരാണോ കൂടുതൽ? കഷ്ടപ്പെട്ടവരല്ലേ? അല്ലേ? ആ ജയിലിൽ പോണേ നമുക്ക് രണ്ടാം കൂടി പോവാം. അലോപ്പതിയെ സമീപിച്ചുകൊണ്ട് ക്യാൻസർ ആയിട്ട് ജീവിച്ചതിനേക്കാളും കൂടുതൽ മരിച്ചതാണ്. ഒരു സംശയ കാര്യത്തിൽ വേണേ സർവേ ചെയ്ത് നോക്കിയാൽ മതി. അതിനടുത്ത് അലോപ്പതിയെ ചവിട്ടി കയറണമെന്നാ വേണോ? നീ തേൻ കുടിച്ചാലും അങ്ങനെ തന്നെ. രക്ഷപ്പെട്ടേക്കാം, നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ രക്ഷപ്പെട്ടത് നമ്മൾ എടുത്തു പറയും. എന്തുകൊണ്ട്? അള്ളാന്റെ ഖുർആനിൽ അത് ഔഷധമായിട്ട് വരും എന്ന് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ശരിയായിട്ടുണ്ട്. എന്തപ്പ അതിന് ട്രോളാനുള്ളത് എന്ന് അതിനിങ്ങോട്ട് വരികയാണ്. വിഡി ആരാ വിഡി? പറയുന്നവനല്ലേ 10 വട്ടം വിഡി. കാരണം ഞാൻ പറഞ്ഞേ ഖുർആനല്ലേ. ആ ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തേനുകൊണ്ട് ഔഷധം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കാൻ പറ്റൂല എന്ന്. എന്നാ പിന്നെ നിങ്ങൾ കൊടുത്തേക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വെറും ഗീബത്ത്, നമീമത്ത്, പരിഹാസത്തിന്റെ വേദിയായി മാറിയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തേന് കൊടുത്തിട്ട് ഒരാളെ സോക്കട് മാറി എന്ന് പറഞ്ഞ് അതിന് മുഅ്മിനീങ്ങൾ എന്ന് പേര് വെക്കപ്പെട്ട ആൾക്കാർ കുതിര കയറുക. ആയത്തിനോടോ നീ ചവിട്ടി മതിക്കുന്നത്? എന്നല്ല, ആയത്തിനെ, അള്ളാന്റെ ആയത്തിനാണിത്. ആയത്തിലാ. എടുത്തോക്ക് സൂറത്തുൻ നഹ്ൽ ആയത്ത് നമ്പർ 81 എടുത്തോക്ക്. അതിലുണ്ടോ ഇല്ലെന്ന് എടുത്തോക്ക്. ഈ ആയത്തിന് എസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുള്ളതല്ലേ. തേൻ എന്നും ഔഷധല്ലേ? നിനക്കറിയില്ലേ കുട്ടൻ വൈദ്യരോട് വെച്ച് നോക്ക് തേൻ ഔഷധാണോ എന്ന്? നിനക്കറിയില്ലേ ഡോക്ടർ ഇക്ബാലിനോട് വെച്ച് നോക്ക് ഔഷധാണോ എന്ന്? നിനക്കറിയില്ലേ ഡോക്ടർ എസ് എൻ കുമരനോട് വെച്ച് നോക്ക് ഔഷധാണോ എന്ന്? നീ ഒന്നല്ല, നിന്റെ നാടിന്റെ അടുത്ത് ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരോട് വെച്ച് നോക്ക്. അവർ മർമാണികളാണെങ്കിൽ അവർ പറയും തേനുകൊണ്ട് മർമ്മത്തിന് വരെ ഫലമുണ്ട് എന്ന് പറയും. അത് ഞാൻ പറഞ്ഞ വലിയ വിഷയമാണോ? എന്തൊക്കെയാ നടക്കുന്നത്? പരിഹാസം മാത്രം വരുമാന മാർഗാക്കിയ ഒരു ടീം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് ഞാൻ തേനെന്ന വാക്ക് പറഞ്ഞപ്പോൾ ഓർത്തുപോയതാണ്. റൂഹ് കൊണ്ട് മോന്താവുന്ന ഫ്രഷായ തേനുറവ ഇല്ലയോ
റസൂലുള്ളാന്റെ മദ്ഹ്, റസൂലുള്ളാന്റെ ഹുബ്ബ്, റസൂലുള്ളാന്റെ മദ്ഹ് ഏറ്റവും കൂടുതൽ പടച്ചവൻ പറഞ്ഞത് അത് ഖുർആനിൽ തന്നെയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഫാത്തിഹ മുതൽ അങ്ങ് തുടങ്ങിയതാണ്. അവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു വിവക്ഷ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തായ മുസ്തഫാനെ സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞത് പടച്ചവനാണ്. സൂറത്തുൽ ബഖറയിൽ നിറയെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാം. ഖുർആനിൽ എവിടെയാണ് മുത്തായ മുസ്തഫാനെ പറയാത്തത്? അവസാന ഭാഗങ്ങളിൽ നമ്മൾ പലപ്പോഴും പല ഗ്രാമങ്ങളിലൊക്കെ റമദാനിലെ തറാവി തുടങ്ങുമ്പോൾ അലന്തര കൈഫ ഡബിൾ അടിക്കുന്നവരല്ലേ? അലന്തര കൈഫയിൽ മുഴുവനും ആന്തരികമായി ഒളിഞ്ഞു കിടക്കുന്നത് റസൂലുള്ളാന്റെ ഔന്നിത്യമാണ്. കാരണം ആനക്കലഹം സംഭവിച്ചത് റസൂലുള്ള ആമിന ബീവിയുടെ ഉദരത്തിൽ കഴിയുന്ന സമയത്താണ്. ഗജവീരന്മാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കഅബ മന്ദിരത്തെ പൊളിക്കാൻ വേണ്ടി നടന്ന സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സംഭവത്തെക്കുറിച്ച് പടച്ചവൻ ഹബീബിനോട് പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനപ്പടയെ പടച്ചവൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് അങ്ങ് അറിഞ്ഞില്ലേ എന്നല്ല, കേട്ടില്ലേ എന്നല്ല, അലം തറ അങ്ങ് കണ്ടില്ലേ നബിയേ? ഈ കണ്ടില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഒന്നുകിൽ മുഖത്തെ കണ്ണുകൊണ്ട് നേരെ കാണേണ്ടതാണ്, അല്ലെങ്കിൽ കണ്ടു ഉറപ്പിക്കുന്നത് പോലെ കൃത്യമായ വ്യക്തമായ ശക്തമായ പ്രേഷ്ട പ്രമാണങ്ങളെ കൊണ്ട് അറിയേണ്ടതാണ്. അത് കാണാനും അറിയാനും കഴിയുന്ന മഖാമിലെ സാഹിബല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത് ഈ സൂറത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, മുത്തുനബിയെ നിങ്ങൾ വരുന്നതിനെ പ്രമാണിച്ച്, നിങ്ങളുടെ വരവിൻ്റെ ആ കാലത്തെ ബഹുമാനിച്ച്, നിങ്ങളെ ബഹുമാനിച്ച് ആനപ്പടയെ നമ്മൾ കൈകാര്യം ചെയ്തുവെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ തിരിയുന്ന നിങ്ങളുടെ ഖിബലയാകുന്ന കഅബ ശരീഫിനെ നിങ്ങൾ വരുന്ന കാലം പ്രമാണിച്ച് നിങ്ങൾക്കുള്ള ബഹുമാനമായി അതിനെ തകർക്കാൻ വരുന്ന ആനപ്പടയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഇമാമായ മുർസലീങ്ങളുടെ സയ്യിദായ എൻ്റെ ഹബീബായ നിങ്ങളെ തകർക്കാൻ വരുന്ന അബൂലഹബില്ലേ, അബൂജാഹിലില്ലേ, അവനെയും നമ്മൾ തകർക്കുന്നതാണ് നബിയേ. അതാണ് പറയണത്. നീ എന്നെ കുതിരകാരൻ്റെ എടുത്തു നോക്ക്, സൂറത്ത് ഫിറു റാസി എടുത്തു നോക്കുക. ആ റാസിയിൽ കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആനക്കലഹ സംഭവം റസൂലുള്ളാന്റെ ഇർഹാസാണ് എന്ന് പറഞ്ഞവരുണ്ട്, ഇർഹാസാത്തിൽ പെട്ടാണെന്ന് പറഞ്ഞവരുണ്ട്. ഇർഹാസാത്ത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാർക്ക് അള്ളാഹു തആല അവർക്ക് നുബുവത്തും വിലായത്തും നുബുവത്തൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവരിൽ കൊടുക്കുന്ന അത്ഭുതങ്ങൾ, അവരെ പ്രമാണിച്ചു കൊടുക്കുന്ന അത്ഭുതങ്ങൾക്കാണ് ഇർഹാസാത്ത് എന്ന് പറയാം. ഇത് റസൂലുള്ളാന്റെ ഇർഹാസാത്തിൽ പെട്ടതാണ് എന്ന് വരെ എഴുതി വെച്ച മഹാന്മാരുണ്ട്. അതിൽ അള്ളാഹു തആല ഉള്ളിലൂടെ റസൂലുള്ളാഹ്ക്ക് സൂചന കൊടുക്കുകയാണ്, നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് നിങ്ങൾ തിരിയുന്ന ഖിബലയെ തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെയും കൂട്ടരെയും നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ സാക്ഷാൽ നിങ്ങളെ കൊല്ലാൻ വരുന്ന അബൂജഹലിനെയും നമ്മൾ തകർക്കുന്നതാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്. ആ ധൈര്യത്തിലല്ലേ ഗാറ് സൗറിന്റെ ഉള്ളിൽ 3 ദിവസം അഭയം പ്രാപിച്ച മുത്തായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്റെ വലങ്കയ്യായ, തന്റെ നിഴലായ, തനിക്ക് വേണ്ടി രഹസ്യവും പരസ്യവും സമർപ്പിച്ച, തനിക്ക് വേണ്ടി തന്നെ മറന്നുകൊണ്ട് സേവനം ചെയ്ത് സ്നേഹിച്ച് പിന്നാലെ കൂടിയ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായ ലതഹഖീഖ് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സൗറിന്റെ ഉത്തുംഗതയിലുള്ള ഗുഹക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ശത്രു വിഭാഗത്തിന്റെ കൂർത്തമൂർത്ത വാൾത്തുമ്പകൾ കണ്ടപ്പോൾ ഭയവിഹ്വലനായി തന്റെ ഹബീബിനോട് പങ്കുവെച്ചില്ലേ പേടിച്ചുകൊണ്ട് മുത്തുനബിയെ? അവരെങ്ങാണ്ട് മൂരവൊന്ന് കുലുക്കി ഉള്ളിലേക്ക് പാളി നോക്കിയാൽ നമ്മളെ കാണൂല്ല നബിയെ. സിദ്ദീഖിന് അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള പേടി
പേടിയല്ല, അവരെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയല്ല. കാരണം അബൂബക്കറിന് സിദ്ദീഖിന് അവരെ തന്നെ ഓർമ്മയില്ല. അതുകൊണ്ട് മുത്തായ മുസ്തഫാന്റെ ശരീരത്തിന് വല്ലതും പറ്റുമോ എന്ന കിടിലൻ പേടി കൊണ്ട് മതാമിതമായ സ്വകാര്യ സ്വരത്തിൽ ചോദിച്ചില്ലേ മുത്തുനബിയെ, അവര് നമ്മളെ കാണൂലേ, റസൂലുള്ളാഹിനെ വാള് വീശൂലേ? മുത്തായ മുസ്തഫാന്റെ സ്വകാര്യമായി ചെവിട്ടിൽ കുശലമായി അന്വേഷിച്ചപ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് ഹബീബായ മുത്ത് ആ ഗുഹക്കകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിച്ചില്ലേ? സിദ്ദീഖേ പേടിക്കണ്ട അബൂബക്കർ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട അബൂബക്കറേ, നമ്മൾ രണ്ടുപേര് മാത്രമല്ല, മൂന്നാമത് പടച്ചവനുണ്ട്. പേടിക്കണ്ട അബൂബക്കറേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 100 ആളുകൾ കൊല്ലാൻ വേണ്ടി ഗുഹ വളഞ്ഞ സമയത്തെ ഭീതിയുടെ ഒരു ഭാവം പോലും ആ മുഖത്ത് ദൃശ്യമായില്ല. കാരണം വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളെ തൊട്ട് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നു. മുമ്പിലും ബാക്കിലും നരിമ്പൊലിയും പൊറുമ്പൊലിയും പൂച്ചകള് എല്ലാ സംവിധാനങ്ങളായിട്ട് ലോകത്ത് നടന്നിരുന്ന എത്ര ആൾക്കാരെയാണ് സ്വന്തം അനുയായികൾ വെടിവെച്ച് വന്നത്? ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം ഞാൻ പറയണോ? നമുക്കതിലൊക്കെ ശക്തമായ വ്യസനമുണ്ട്, ഖേദമുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷെ നടന്നില്ലേ? ആരാ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത്? അംഗരക്ഷകരല്ലേ. ആരാ രാജീവ് ഗാന്ധിയെ വെടിവെച്ചത്? ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചത്? ആരാ വേനസിർ ഭൂട്ടയെ വെടിവെച്ചത്? അവർക്കെന്താ സെക്യൂരിറ്റിന് കുറവുണ്ടോ? ആരാ ഖദ്ദാഫിയെ വെടിവെച്ചത്? ഓരോന്നും ഞാൻ എണ്ണേണ്ട കാര്യമുണ്ടോ? ലാൽ ബഹദൂർ ശാസ്ത്രിയെ ആരാ കൊന്നത്? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല്ലാൻ വേണ്ടി സകല യന്ത്രമന്ത്ര തന്ത്രങ്ങളും പയറ്റി തീവ്രമായി പടാപ്പാട് അശാന്ത പരിശ്രമം നടത്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് ഒരേ വ്യക്തിയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. രോമം തൊടാൻ പറ്റിയോ? രോമം തൊടാൻ പറ്റിയോ? 6,000 100 ആളുകളുടെ വാളിൽ നിന്ന് മുത്തുനബിയെ സംരക്ഷിക്കാൻ അള്ള ചെയ്ത സംവിധാനം എന്താ? പീരങ്കിയാണോ? ചിലന്തി വല എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് കണ്ണിന്റെ പിരികം തട്ടിയാൽ തകരുന്ന സാധനം. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, മദ്രസയ്ക്ക് പോകുമ്പോൾ 2 ഇലകൾക്കിടയിൽ ചിലന്തി വല കെട്ടിയിട്ടുണ്ടാവും. നമ്മൾ നേരെ വൈകിട്ട് ഓടുന്ന സമയത്ത് മൂത്തൊക്കെ കൂടി വല വരും. ചിലന്തി തകർന്നു, വലയും തകർന്നു. ഈ ലോകത്തെ ഏറ്റവും ബലഹീനമായ നെറ്റ്വർക്കല്ലേ ചിലന്തി നടത്തുന്നത്? ഈ ബലഹീനമായ നെറ്റ്വർക്ക് വല കൊണ്ടല്ലേ 100 ആളുകളുടെ കണ്ണിൽ നിന്ന് മുത്തായ മുസ്തഫാൻ അള്ളാഹു സംരക്ഷിച്ചത്. അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലേ ഒരിക്കലും സ്കഡ് മിസൈലും ബോംബും രാസായുധമൊന്നും വേണ്ട. അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ കൊട്ടാരം കോട്ട വേണ്ട, ഗ്രില്ല് വേണ്ട. അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ചിലന്തി വല മതി. കേവലമായ ചിലന്ത വല കൊണ്ടല്ലേ റബ്ബിന്റെ മുത്തിനെ പടച്ചവൻ സംരക്ഷിച്ചത്. 3 ദിവസമല്ലേ ഗുഹക്കകത്ത് കൂടിയത്? ചിന്തിക്കണേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്തേ റസൂലിന്റെ വട്ടാമൂകത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നേവർ നോക്കുന്നേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്തേ റസൂലിന്റെ വട്ടാമൂകത്തൽപ്പം തട്ടിയ നേരത്തെ ഞെട്ടിയുണർന്നേവർ നോക്കുന്നേ. എന്താ സിദ്ദീഖോരേ നിങ്ങൾക്കറിയുന്ന്? എന്തേ പിണഞ്ഞെന്ന് ചൊല്ലുവിന് പെട്ടെന്ന്. എല്ലാം നബിയോട് അബൂബക്കർ ചൊല്ലുന്നു. ഉമനീർപ്പൂരട്ടി നബി സിദ്ദീഖീൻ വേദന കറ്റി നബി. എത്ര മനോഹരമായാണ് പാട്ടിൽ പറഞ്ഞത്. ആ ഗുഹക്കകത്ത് വെച്ചുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖിനെ അതിശക്തമായി വിഷമുള്ള പാമ്പ് കൊത്തിയത് സിദ്ദീഖിനെ ഉപദ്രവിക്കാനല്ല, മുത്തുനബിയെ കാണാൻ, ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് കാലങ്ങളേറെയായി ആ ഗുഹക്കകത്ത് ഒരു പാമ്പ് ഒളിച്ചിരിക്കുകയാണ്. കാരണം ആ ഗുഹക്കുള്ളിൽ ഒരു നാൾ മുത്തുനബി ഹിജ്റയുടെ സമയത്ത് അഭയം പ്രാപിക്കുമെന്ന് ഈ പാമ്പിനറിയാം. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.
ആലമീൻ, ലോകത്തിനാകമാനം കാരുണ്യത്തിന്റെ കടല്ലയോ നബിയുനാ റസൂലുള്ളാഹ്. ആലമീൻ എന്നതിൽ പാമ്പ് വെട്ടില്ലേ, കഴുകൻ വെട്ടില്ലേ, കരടി വെട്ടില്ലേ, പുലികളും സിംഹങ്ങളും വെട്ടില്ലേ. ആലമീൻ എന്നതിൽ പെടാത്തത് അല്ല മാത്രമല്ലേ ഉള്ളൂ, അല്ലാത്തത് മുഴുവനും ആലമീനല്ലേ. ഒരു ദിവസം ഇന്നത്തെ കണക്കിൽ പറയുന്നു, കുറച്ചു മുമ്പുള്ള കണക്കാണ് വായിച്ചത്. ഒരു ദിവസം ഈ ലോകത്ത് 3.5 ലക്ഷം ശിശുക്കളാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുയലുകളുടെ സർവേ എടുത്ത് പരിശോധിച്ചാൽ ഒരു ദിവസം 20 ലക്ഷം മുയലുകൾ അതാ പറന്നുകൊണ്ടിരിക്കുകയാണ്. കോഴികളുടെ ചരിത്രം, കോഴികളുടെ സർവേ എടുത്ത് പരിശോധിച്ചാൽ 20 കോടി കോഴികളാണ് ഒരു ദിവസം ഉടലെടുക്കുന്നത്. എന്നാൽ തേനീച്ചകളോ 36 കോടി തേനീച്ചകൾ ഒരു ദിവസം പിറവിയെടുക്കുന്നുണ്ട്. ഇത് 4 വിഭാഗം പാർട്ട് മാത്രമാണ് എങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷോപലക്ഷം അനുയായികളുള്ളതും അനുയായികളില്ലാത്തതും മക്കളുള്ളതോ ഇല്ലാത്തതും ബുദ്ധിയുള്ളതും ഇല്ലാത്തതും ചേതനയുള്ളതും ഇല്ലാത്തതുമായ സൃഷ്ടി പ്രതിഭാസങ്ങളില്ലേ, ഗ്രഹങ്ങളില്ലേ, കോടാനക്കോടി ഗാലക്സികളില്ലേ, ഒരു ഗാലക്സിയിൽ തന്നെ കോടാനക്കോടി നക്ഷത്രങ്ങളില്ലേ, സൂര്യൻ തന്നെ 13 ലക്ഷം ഈ ഭൂമിയേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഒരു വല്ലാത്ത സൃഷ്ടി പ്രതിഭാസമല്ലേ. ഇങ്ങനെയുള്ള എല്ലാ സൃഷ്ടി ലോകങ്ങൾക്കോ കാരുണ്യത്തിന്റെ നീരുറവയല്ലേ മുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പ്രണയിച്ച് മത്സരിച്ചുകൊണ്ട് പ്രണയിച്ച് എല്ലാവർക്കും കൃത്യമായി മനപ്പാടമുള്ള അറിവുള്ള പേരാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതുകൊണ്ടല്ലേ മുസ്തഫ നബി ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണിയായ ഒരു മാൻപേടയെ കാണുകയാണ്. മാൻപേടയാണ്. ആ മാൻപേട എങ്ങനെ ആരോ കെട്ടിയിട്ടതാണ്. മുസ്തഫ നബിയെ കണ്ടപ്പോൾ മാൻപേട ഉമ്മായെ കണ്ടാൽ കുഞ്ഞുങ്ങൾ കരയും പോലെ കരയുകയാണ്. റസൂലിനെ കാണുമ്പോൾ എല്ലാ സൃഷ്ടികളും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാറുണ്ട്. ഹബീബ നബി നബിയാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണുമ്പോൾ സലാം പറയുന്ന കല്ല് മക്കത്തുണ്ട് എന്നാണ്. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി തെളിവ് പറഞ്ഞില്ല എന്ന് പറയണ്ട, വിടുവായുത്തം വിട്ടുപോയി എന്ന് പറയണ്ട. ഇത് സ്വഹീഹ ഹദീസാണ്. റസൂലുള്ള പറഞ്ഞാണ്, എന്നെ കണ്ടാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിരുന്ന കല്ലുകളെ മക്കയിൽ ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ. കല്ലുകൾ അനുസരിച്ചിരുന്നല്ലോ അള്ളാന്റെ റസൂലിനെ. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂജഹലല്ല, ഇക്രിമ കൈ റളിയല്ലാഹു അൻഹു കേട്ടോ. അവരൊന്നിട്ട് മുത്തായ മുസ്തഫയോട് പറഞ്ഞു, മുത്തനബിയെ എന്റെ കൽബിൽ ഈമാൻ ഒന്നിട്ട് ഉറച്ചു കിട്ടണം, അതിന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ എന്ന് വെച്ചു. അപ്പൊ ചോദിച്ചു, എന്ത് ദൃഷ്ടാന്താ മോനെ കാണിച്ചു തരണ്ടേ? പല ആളുകൾക്കും ചിലപ്പോൾ ഒന്നും കണ്ട് ഉറക്കാനൊരു സമാധാനത്തിലും പലരും ചോദിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. ഇബ്രാഹിം നബി അള്ളഹാനോട് ചോദിച്ചില്ലേ, നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പൊ അള്ളാഹ് തിരിച്ചു ചോദിച്ചാൽ എന്താ, അവലും തോമിൻ, നിങ്ങൾ ഉമ്മിനാണല്ലോ, അവലും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അള്ളാഹ് അന്വേഷിക്കല്ല. ഇങ്കാരിയായ ഇസ്തിഫാം എന്ന് പറയും നമ്മളതിന്. അതിന് ഇങ്ങനെ അർത്ഥം വെക്കാം, നിങ്ങൾ മുമ്മിനാണല്ലോ, പിന്നെ എന്തിനാ ദൃഷ്ടാന്തം കാണിക്കുന്നത്? അപ്പൊ പറഞ്ഞ എന്താ, വലാക്കിൻ എത്തുമ ഇന്ന കൽബി, എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്മിനീങ്ങളും ചോദിച്ചേക്കാം. ഇക്രിമ വിശ്വാസി ആയതിനു ശേഷം ചോദിച്ചു, എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരോ, ഹൃദയത്തിന് ഒരു സമാധാനം കുളിരും കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹു ചോദിച്ചു, എന്ത് ദൃഷ്ടാന്തം ഞാൻ കാണിച്ചു തരണ്ടേ? മജീഷ്യൻ അങ്ങനെ ചോദിക്കാൻ പറ്റൂല. മജീഷ്യന്റെ അടുത്ത് ഒരു 12 പരിപാടി ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 2-3 എടുത്തിട്ടാണ് മാജിക് കാണിക്കുക. നമ്മൾ പറഞ്ഞാൽ കൂടി ആൾക്ക് കാണിക്കാൻ പറ്റൂല. അയാൾ കുറച്ച് പേപ്പർ മുന്നിൽ കാണുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അതിങ്ങനെ നോട്ടാക്കി തരാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു 500 നോട്ട് കൊടുത്താൽ അത് പിന്നെ പേപ്പറാക്കി കാണിച്ചു തരൂല. അങ്ങനെ ഉണ്ടല്ലോ. അയാളൊരു പെട്ടിക്കൂട് കൊടുത്തിട്ടുണ്ടാവും. അതിന് ചിലപ്പം പ്രാവിനെടുത്ത് തരും. പക്ഷെ ഇന്ന് വരെ മജീഷ്യന് കോയിൻ എടുക്കണം കണ്ടുകിട്ടണോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഏതെങ്കിലും മജീഷ്യൻ കോയിൻ എടുത്തുക്കണോ? എന്താ കോയിൻ എടുക്കാത്തത്? കുറെ കോയിനെ തെരഞ്ഞു നോക്കി, എവിടെയും കോയിനെ കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ബ്രോയിലർ ആയിരുന്നു. അത് കൊണ്ടുവരുമ്പോക്ക് ആ പെട്ടി കിടന്നത് ചാവുന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്തില്ല എന്നാ. കോഴി എവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കോയിനെ പെട്ടിയിൽ നേരത്താക്കിയാൽ കോഴി കൊക്കോന്ന് വരും, മാജിക് ആണ് പൊളിയും. പ്രാവ് അങ്ങനെയല്ല. പ്രാവ് അംഫാസിയ ദിക്റെടുത്തിരിക്കുന്ന വലിയ വലിയ ആൾക്കാരെ പോലെ മുണ്ടാതെ ഇങ്ങനെ ഇരുന്നോളൂ. അപ്പൊ ഈ പ്രാവിനെ നേരത്തെ പുള്ളിക്കാരൻ പെട്ടിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ കണ്ണു വെട്ടിച്ചതാണ്. അതാണ് മാജിക്. അതുകൊണ്ടല്ലോ മാജിക്കിന് സ്കൂളുണ്ട്. അവിടുന്ന് മോഹൻലാലൊക്കെ മാജിക്ക് പഠിച്ചിട്ടുണ്ട്, മുതുകാണ്ട് സ്കൂളിൽ നിന്ന്.
എന്നാ കറാമത്തിനും മോചനത്തിനും സ്കൂളുണ്ടോ? അത് ഇന്നത് എന്നുള്ള കണക്കുണ്ടോ? മെന്റലിസം പഠിച്ച ആളുകൾക്കും കണ്ണ് വെട്ടിച്ചിട്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും ഡൂപ്ലിയാ, ഒറിജിനല്ല. എന്നാൽ അത് ഒറിജിനലാ. അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കണേ, ഞാൻ എന്താ കാണിക്കണ്ടേ എന്നാ ചോദിക്കണത്. ഇന്നത് എന്നൊന്നല്ല. എൻ്റെ അടുത്തൊരു 10-15 പരിപാടികളുണ്ട്, അതിലേതാ വേണ്ടിയെന്നല്ല, എന്താണ് നിനക്ക് ദൃഷ്ടാന്തം വേണ്ടത് എന്ന്. അപ്പൊ ഇക്രിമ പറഞ്ഞു, അപ്പുറത്ത് വലിയൊരു കല്ലുണ്ട്, ഒരു കരിങ്കല്ല്. അത് ചൂണ്ടിയിട്ട് തങ്ങളെ വിളിച്ചിട്ട് ആ കല്ല് ഇങ്ങോട്ട് വന്നാൽ പിന്നെ എൻ്റെ മനസ്സിഞ്ഞ് ഇളകൂലല്ലോ മുത്തുനബിയെ. നിന്ന നിപ്പില് അള്ളാന്റെ റസൂൽ അപ്പുറവും നിൽക്കുന്ന ആ കല്ലിനൊന്ന് ഇങ്ങോട്ട് വിളിച്ചു. കല്ലുണ്ട്, ഉമ്മ കൈ ചൂണ്ടി നീട്ടി വിളിച്ചാൽ കുഞ്ഞുമോൻ മിഠായിക്ക് വേണ്ടി ഓടി വരുന്നത് പോലെ മുത്തായ മുസ്തഫാന്റെ അടുത്തേക്ക് ആ കല്ല് ഒഴുകിങ്ങോട്ട് വന്നു. യാ അല്ലാ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് വിളിച്ചത് നബിയേ? ഇനി സ്വഹാബിക്ക് എന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടാവുമോ? എല്ലാ അധികാരങ്ങളും അള്ളാഹു ഹബീബിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ മേൽനോട്ടത്തിലും അള്ളാന്റെ നിയന്ത്രണത്തിലുമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ എല്ലാവരും ഒരേപോലെയല്ല അള്ളാഹ് ആക്കിയത്. ലോകത്ത് സമുന്നത സ്ഥാനത്ത് മഹോന്നതനായി പടച്ചവന്റെ നീതിപീഠം പ്രതിഷ്ഠിച്ച, ലോകത്ത് ഒരേ എല്ലാവർക്കും നേതാവായ ഒരേ നേതാവ്, അത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ മാൻപേട ചോദിക്കുകയാണ്, റസൂലുള്ളാനെ കണ്ടപാടെ ഈ പേടക്ക് ഒരു ഇളക്കം വരികയാണ്. എന്നിട്ട് മനുഷ്യരുടെ ബുദ്ധിയുള്ളതുപോലെ സംസാരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ പാവം ഒരു ഉമ്മയാണേ, എനിക്ക് 2 മക്കളുണ്ട്, അവർ ഗുഹക്കുള്ളിലാണ്. ആ മക്കൾക്ക് പാലിന് വിശന്നപ്പോൾ പാല് കൊടുക്കാൻ അന്നം തേടി ഇറങ്ങിയതാണ് ഞാൻ. അത് ഇപ്പോൾ റെഡിയായി പാല് കൊടുക്കാൻ തിരിച്ചു പോകുമ്പോൾ ഇയാൾ എന്നെ പിടിച്ചു കെട്ടിയതാണ് നബിയേ. ഒന്നുകിൽ എന്നെ അങ്ങ് അറുത്തു പോവുകയാണെങ്കിൽ എനിക്ക് പിന്നെ ചിന്തിക്കേണ്ടതില്ല. എൻ്റെ മക്കൾ ഗുഹക്കുള്ളിൽ എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവർ വിശന്ന് കരയുന്നുണ്ടാകും നബിയേ. അതുകൊണ്ട് അങ്ങൊന്ന് ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ? മുസ്തഫ നബിയോടൊരു കുട്ടി മദ്രസയിൽ വെച്ച് ഉസ്താദുമാരുടെ മുമ്പിൽ കെഞ്ചും പോലെ ബുദ്ധിയില്ലാത്ത സൗന്ദര്യത്തിന്റെ റാണിയായ കാട്ടിലെ മേൻപേട കെഞ്ചുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ മാന് ആര് പിടിച്ചതാ? അപ്പൊ ആള് പറഞ്ഞു, എന്റേതാണ്, ഞാൻ വേട്ടാടി പിടിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഹബീബ നബി പറഞ്ഞു, നീ അതിനൊന്ന് വിട്ടേക്ക്, ഗുഹയ്ക്കുള്ളിൽ അതിന് 2 കുട്ടികൾ പാലിന് കാത്തിരിക്കുന്നുണ്ട്, അത് തിരിച്ചു പോകുമ്പോഴാണ് അയ്യെ പിടിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പാല് കൊടുത്ത് വന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കാട്ടറിബി, അയാൾ പറഞ്ഞു, പാല് കൊടുത്തിട്ട് തിരിച്ചു വരുന്നുള്ളതിന് ഒരു ജാമ്യക്കാരൻ വേണമല്ലോ, കാരണം എന്നാ അതിന് കിട്ടിയില്ലെങ്കിൽ അവരെ പിടിക്കാമല്ലോ. അങ്ങനെയല്ലേ? പാല് കൊടുത്തിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വരും. ഇപ്പൊ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയല്ലേ പെരുമാറുന്നത്. പാല് കൊടുത്ത് തിരിച്ചു വരുന്നുള്ളതിന് ആരാ ജാമ്യം നിൽക്കുക? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ മാൻപേടയോട് ചോദിക്കാണ്, നീ തിരിച്ചു വരുമോ പാല് കൊടുത്തിട്ട്? ഞാനാണ് ജാമ്യക്കാരന്, ഈ തിരിച്ചു വരുമോ? അപ്പൊ ഈ മാൻപേട പറയാണ്, മുത്തുനബിയെ, നിങ്ങളോട് ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, ഇനി കേട്ടോളൂ കേട്ടോ, നിങ്ങളോട് ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് അല്ലാത്ത മനുഷ്യനും ഒരുപോലെ ആവൂലേന്ന്. യാ അല്ലാ, എന്താ ദീന് എന്ന് മനസ്സിലാക്കി? ദീന് ഖുർആൻ ഖത്തം തീർക്കൽ മാത്രല്ല, ദീന് തഹജ്ജുദ് നിസ്കരിക്കൽ മാത്രല്ല, ദീന് ഈ പേരിന് മുമ്പിൽ ഹൃദയം തിളക്കലും കൂടിയാണ്. ചിന്തിക്കണേ, ഹൃദയത്തിൽ വിരിയണേ താമര, റൂഹിൽ സുഗന്ധം പരത്തണേ റോസാപ്പൂ. ഇത് ലോകത്ത് സകല പൂക്കളുടെയും സുഗന്ധമുള്ള ഒന്നാം തരം സകല പൂക്കളാലും നിർമ്മിതമായ ബൊക്കയാണേ. ദമീ വദമ്മീ മിദാദുൻ ഫീ മദാഇക യാ റസൂലല്ലാഹ്. എൻ്റെ കണ്ണുനീരും എൻ്റെ വിയർപ്പും എൻ്റെ രക്തവും അങ്ങയെ പ്രശംസിക്കുന്ന മഷിത്തുള്ളികളാണ് നബിയേ. അള്ളാന്റെ റസൂല് കാട്ടിലെ മാനിന് വേണ്ടി ജാമ്യം നിൽക്കുകയാണ്. റസൂല് പിന്നെ പോയി. തിരിച്ചു വരുമ്പോ അതേ സ്ഥലത്ത് ഈ മാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി പോയപ്പോ ഒരു ചരിത്രത്തിൽ പറയണു, ഈ മാൻപേട കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ വേഗം പാല് കുടിച്ചോളി. എന്തമ്മ, ഞാൻ മുഹമ്മദ് നബിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് വന്നതാണ്, സമയം വൈകാൻ പറ്റൂല.
റസൂലുള്ളാഹിനോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വന്നതാണ്, വേഗം പാലിടിച്ചോളിന്ന്. അപ്പൊ കുട്ടികൾ പറഞ്ഞോലോ, ഉമ്മ റസൂലുള്ളാഹിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വന്നതാ ഞങ്ങള്, എന്നാ പിന്നെ ഞങ്ങൾക്ക് പാലും വേണ്ട, വേഗം പോയിക്കോളി, മുത്തനബി കാത്തിരിക്കുകയാണെങ്കിൽ വേഗം പോയിക്കോളി. ഈ മാൻപേടന്റെ കുട്ടികള്, സുബ്ഹാനല്ലാഹ്, ആ മാനിന്റെ ഒരു സ്നേഹം പോലും ഞമ്മക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ നിക്കാരത്തേം പറ്റി നടക്കുന്നത്? എന്തിനാ നമ്മൾ ഈ തലകെട്ടിട്ട് നടക്കുന്നത്? മാൻപേടയുടെ കുട്ടികൾ പറയാണ്, റസൂലുള്ളാഹിനോട് പാലൊടുത്ത് വരാന്ന് പറഞ്ഞു വന്നാ ഞങ്ങള്, അപ്പൊ മുത്തനബി നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ, അവിടെ നിർത്തണ്ട, ഞങ്ങൾക്ക് പാല് വേണ്ട, ഞങ്ങൾ സഹിച്ചോളാം, നിങ്ങൾ വേഗം പോയിക്കോ ഉമ്മ. ആരാണ് മുഹമ്മദ് മുസ്തഫ ഹബീബാ നബി. ഈ മാൻപേട തിരിച്ചു വന്നിട്ട് ഇങ്ങനെ നിൽക്കണേണ്ടപ്പോ ഐനൂർ റഹ്മത്തായ മുത്ത് മുസ്തഫാന്റെ കണ്ണങ്ങട്ട് നിറഞ്ഞു. യാ അല്ലാ, യാ അല്ലാ. ചെറുപ്പക്കാരെ, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു കാര്യമുണ്ട്, കേട്ടോളൂ കേട്ടോ. ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ നിങ്ങൾ എത്ര ഗവേഷകന്മാരാണെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിലും കോളേജിലെ ഉയർന്ന സ്ഥലത്ത് നിങ്ങൾ അധ്യാപകനായി ജോലി ചെയ്യുന്നവരാണെങ്കിലും ഞാൻ പറഞ്ഞ ഏത് വിഷയത്തിനെ കുറിച്ചും എന്നോട് പരസ്യമായിട്ടും ചോദിക്കാം, സ്വകാര്യമായിട്ടും ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വം വേണ്ടേ? ഞാൻ പറഞ്ഞ എന്തും നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഉള്ളതൊക്കെ കൂടി ഇവിടെ ചോദിക്കരുത്. ഇന്ത്യ ഇപ്പൊ ഇറാഖും പിന്നെ ഇറാനും പിന്നെ യുദ്ധമൊക്കെ ഇപ്പൊ എന്തേ അമേരിക്ക തമ്മിലൊന്നും ഒരു ചെറിയ ലൂസൊന്നും അതിപ്പോ ചോദിക്കരുത്, അത് വേറെ വിഷയം വെച്ച് വിളിച്ചോളി. ഇപ്പൊ ഇതാ വിഷയം. തിരിച്ച് അതേ സ്ഥലത്ത് ഈ മാൻപേട വന്ന് നിൽക്കണപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിൽ വെള്ളം ഒഴുകിപ്പോയി. അള്ളാഹുവിന്റെ റസൂല് വേട്ടയാടി പിടിച്ച ഈ മനുഷ്യനോട് വെച്ചു, ഇതിനെ ഈ വിൽക്കുവോന്ന് വെച്ചു. എന്തേ? അതിനെ കെട്ടഴിച്ച് വിടാനാണ്. എന്തോ ഒരു മര്യാദ ഉള്ള മാൻപേടല്ലേ, റസൂലുള്ളാഹിനോട് പറഞ്ഞ അതേ വാക്ക് പാലിച്ചില്ലേ? അപ്പൊ അയാള് പറഞ്ഞു, ഹബീബാ നബി നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പൈസ ഒന്നും വേണ്ട, ഞാൻ വെറുതെ തരാന്ന് പറഞ്ഞു. ഹബീബാ നബി ആ മാനിനെ ഇങ്ങോട്ട് കെട്ടഴിച്ചിട്ട് എന്നാ പൊയ്ക്കോന്ന് പറഞ്ഞു. മാന് കാലിട്ടിട്ട് 2 അടി, എന്നിട്ട് ഒരൊറ്റ പ്രഖ്യാപനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഒരു റിപ്പോർട്ടിൽ കാണാം, ഈ സമയത്ത് ജിബ്രീൽ ഇറങ്ങി റസൂലുള്ളാഹിനോട്. അതാ എന്റെ പ്രതീക്ഷ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയെ, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് കടന്ന് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെ ലൈനിൽ നിന്ന് ഒന്നങ്ങോട്ട് സ്ലിപ്പായിട്ടുണ്ടെങ്കിലും അവസാനം അവർ മുഴുവനും നിങ്ങളുടെ കാൽക്കലേക്ക് വരും യാ റസൂലല്ലാഹ്. ഇത്തരം സദസ്സുകൾ അതിന് കാരണമായിരിക്കണം. നമ്മളൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസ്കാരത്തിൽ ചെറിഞ്ഞിട്ടുണ്ടാവും, അരുതായ്മകളിൽ നമ്മൾ വന്നു പോയിട്ടുണ്ടാകും. അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനത്തിന് കടകവിരുദ്ധമായി നമ്മുടെ വീടുകളിലെ, കൂട്ടുബന്ധങ്ങളിലെ, കുടുംബ ബന്ധങ്ങളിലെ, നാട്ടില്, റോട്ടില്, സ്വകാര്യത്തില്, ഇരുട്ടില്, വെട്ടത്തില് ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇൽമിന്റെ മജ്ലിസുകൾ ഹൃദയത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കാനുള്ളതാണ്. വ്യതിയാന ചിന്തകൾ നൃത്തമാടാനുള്ളതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ ശരീരം കണ്ടാൽ, നമ്മുടെ ജീവിത ശൈലി കണ്ടാൽ ഇതൊരു മുഹമ്മദീയരാണെന്ന് തോന്നണേ. മനസ്സിൽ ആരാണോ ഉള്ളത് അവർക്ക് വേണ്ടി ജീവിതം ക്രമപ്പെടുത്തും എന്നത് സ്നേഹത്തിന്റെ സൈക്കോളജി പഠിച്ച ആളുകൾക്കറിയാമല്ലോ. എന്തിന് സഹിക്കാനും എവിടെ പോകാനും ആ സഹിക്കുന്ന ത്യാഗങ്ങളെല്ലാം തൻ്റെ മെഹബൂബിന് വേണ്ടിയാണെങ്കിൽ അത് ത്യാഗമല്ല, രസമായി അനുഭവിക്കോ. അത് കാമവികാരത്തെക്കുറിച്ച് പഠിച്ചവർക്കറിയാം. താൻ പ്രണയിക്കുന്ന കാമുകിക്ക് വേണ്ടി ത്യാഗത്തിന്റെ ഏത് കുന്നുകയറാനും, തീഷ്ണമായ ഉഷ്ണം സഹിക്കാനും, ശക്തമായ ശൈത്യം സഹിക്കാനും, എത്ര കാശ് ചെലവഴിക്കാനോ, എത്ര ഭക്ഷണം വിളമ്പാനും, അത് എത്ര കേമമാക്കാനോ, എത്ര പവൻ സ്വർണം കൊടുക്കാനും നാം തയ്യാറെങ്കിൽ മുത്തുമോനെ, ഭാര്യയെക്കാള്, കെട്ടിയവളെക്കാള്, കുട്ടികളെക്കാള്, വാപ്പയേക്കാള്, ഉമ്മയേക്കാൾ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്നത് കൊച്ചുകാലത്ത് മനപ്പാടമാക്കിയിട്ടുള്ള ഹദീസല്ലേ. ഞാൻ പറയാതെ നിങ്ങൾക്ക് മനപ്പാടമുള്ള ഹദീസല്ലേ. എങ്കിൽ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി പണം ചെലവഴിക്കണ്ടേ, സമയം കൊടുക്കണ്ടേ, ചർച്ചകൾ പരക്കണ്ടേ, മൗലിദ് ഓതണ്ടേ. റസൂലുള്ളാഹിന്റെ മൗലിദ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഭൂമി ലോകത്ത് അള്ളാഹിന്റെ റസൂലിന്റെ മൗലിദ് ആരംഭം കുറിച്ചത് ആദ്യത്തെ മനുഷ്യനാണേ.
അത് ആദം അലൈഹിസ്സലാമാണ്. തന്റെ പ്രിയപ്പെട്ട മകനായ ശീസ് അലൈഹിസ്സലാമിനോട് ആദം നബി പലപ്പോഴും പറയാമായിരുന്നു, മോനെ ശീസേ, ഇദാ ദക്കർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിന്, നീ അല്ലാഹുവിനെ ഓർക്കുന്ന സ്ഥലത്തൊക്കെ മുഹമ്മദ് എന്ന മഹാൻ ഓർത്തോ പൊന്നുമോനെ, കാരണം അല്ലാഹുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് പ്രിയപ്പെട്ട മകനാകുന്ന ശീസ് അലൈഹിസ്സലാമിനോട് ആദം അലൈഹിസ്സലാം ഇടക്കിടക്കെ പറയാറുണ്ട് എന്ന് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതാണ്. മിനിഞ്ഞാന്നൊരു ആലിമിന് അതാവൃത്തിന് എന്നോട് വിളിച്ചു ചോദിച്ചു, ഏതൊക്കെ കിതാബിലാണ് ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് ആദം നബി അല്ല, അള്ളാഹു നേരത്തെ തുടങ്ങിയല്ലേ, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി. സ്വലാത്ത് എന്നതിന്റെ ഉദ്ദേശാർത്ഥങ്ങളിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ ഒരു വാക്കിനുണ്ടാവും, ആയത്തുകൾക്കും ഹദീസുകൾക്കും. അതിലൊന്നാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാന്നുള്ളത്. ഈ മദ്ഹ് പറയണതിനാണ് മൗലിദ് എന്നറിയാം. അല്ലാതെ മൗലിദ് എന്നാൽ കിണറ്റ് കയറിയിട്ട് മണ്ണ് വരി ഇറങ്ങണതിനല്ല. കിണറ്റിൽ ഇറങ്ങിയിട്ട് മണ്ണ് വരിയിട്ട് കയറുന്നതിനും ഇറങ്ങണതിനും തെങ്ങമ്മ കയറിയിട്ട് കൊല വെട്ടണതിനല്ല മൗലിദ് എന്ന് പറയാം. മൗലിദ് എന്ന് പറഞ്ഞതിന് ആരെ കുറിച്ചാണ് മൗലിദ്, അവരെ കുറിച്ച് പ്രകീർത്തിക്കുന്നതിനാ മൗലിദ് എന്ന് പറയാം. എന്നിട്ട് ഇപ്പൊ ചില ആളുകൾ പറയാണ് അത് സ്വഹാബാക്കൾ സ്വഹാബാക്കൾക്ക് പിന്നെ എന്താ പണി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞല്ലോ അവർക്ക് പണി. പിൽക്കാലക്കാർക്ക് അവർ കൈമാറിയതുകൊണ്ടല്ലേ നമുക്ക് ഈ മദ്ഹൊക്കെ പറയാൻ പറ്റുന്നത്. ഓൽക്ക് അതിനല്ലേ പണിയെന്ന്. എന്താണ് ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലാകണില്ല. ഞാൻ എനിക്കാരും സേവനം ചെയ്യരുത്, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പ്രായമുള്ളവരാ, എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും, എനിക്ക് ആരും സേവനം ചെയ്യണ്ട. നമ്മൾ ഇനിയിപ്പോൾ ചിലപ്പോൾ അത് ക്ലിപ്പിടും, മൂപ്പര് സ്ഥലത്തേക്ക് വരുമ്പോൾ പ്രായം കൂടി ആൾക്കാരെ കൊണ്ടാണ് വെള്ളം ഒഴിപ്പിക്കുന്നത്, നമ്മളോട്ട് ഇത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, ഉണ്ടാവും. അപ്പൊ ആ തേന് വിതരണം ചേർത്ത് ഒരു ചങ്ങായി പറയാണ്, ഇങ്ങനെ തേന് വെച്ചിട്ട് കാശുണ്ടാക്കണോ ഉസ്താദേന്ന്. ഈ തേന് ഞാൻ അറിയും കൂടി ഇല്ല. നമ്മളവിടെ പോയാൽ സംഘാടകർ കുറച്ച് തേന് കൊടുന്ന് വെക്കും. എന്നിട്ട് പറയും, ഉസ്താദെ ഈ തേനൊന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിത്തരുന്ന്. ഈ തേന് എവിടുന്ന് വാങ്ങിയതാണ്, ആരുതാണ്, ഇതൊന്നും നമ്മളറിയില്ല. നമ്മൾ നോക്കും ഇത് ദീനിനെതിരാണോ അല്ലേ നോക്കും. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, തേന് കൊടുത്തിട്ട് കാശ് വാങ്ങുന്നുള്ള ദീനിനെതിരല്ല. ആ കാശ് എന്തിനാ, മദ്രസ ഉണ്ടാക്കാൻ, പള്ളി ഉണ്ടാക്കാൻ. ഇവര് കരുതിക്കണേ നമ്മൾ അതിന് കാറ് പോകുമ്പോൾ ടിക്കിൽ ടാൻഡ് വെച്ചാണ്ട് പോവാണ്, അവിടെ തേൻ്റെ വലിയൊരു ബോട്ടിലുണ്ട്, എന്നിട്ട് ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വിൽക്കുകയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്. ഒന്നുകിൽ അന്തം വേണം, അല്ലെങ്കിൽ അന്തമുള്ളവന്റെ കൂടെ അരമണിക്കൂർ ഇരിക്കണം. രണ്ടുമില്ല. പിന്നെന്താ ചെയ്യുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. കല്ലുകരട് കാഞ്ഞൂരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൻ പാമ്പ് വരെയുള്ള ഭൂമി ലോകത്തും ഉപരിലോകത്തുമുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും കാരുണ്യമാണ് നബിയുനാ റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തായ മുസ്തഫ ഒരിക്കൽ ചോദിക്കുകയാണ്, ജിബ്രീലേ, ഞാൻ ആലമീൻ റഹ്മത്തല്ലേ, ആലമീനിൽ നിങ്ങളും പെട്ടിട്ടില്ലേ, അപ്പൊ എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ജിബ്രീൽ നൊടിയിടയിൽ പ്രതികരിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കാര്യം വല്ലാത്ത ബേജാറിലാണ്. നിങ്ങളുടെ അറ്റമില്ലാത്ത ഔദാര്യത്തിൽ നിന്നൊരു വിഹിതം എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് നബിയേ. ഇത് ഖാളി ഇയാൽ എന്ന മഹാനായ വിശ്വപണ്ഡിതൻ അവരുടെ അശിഫ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ചു നോക്കൂ, പേജ് നമ്പർ 21 ആണ്. ആരാണ് അള്ളാന്റെ റസൂൽ എന്ന് പഠിക്ക്. ഇത് കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് റബീഉൽ 12 വന്ന് ഒരു 63 കൊല്ലം ജീവിച്ച് എന്നിട്ട് അങ്ങോട്ട് പോയി, ഖലാസ്, ഒരു പോസ്റ്റ്മാൻ, ഖുർആനാകുന്ന കത്ത് കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാൻ. നീ എന്താ റിസാലത്തിനെ കുറിച്ച് മനസ്സിലാക്കിയേ? നീ എന്താ റസൂലുള്ളാഹിന്റെ അഫ്ളലിയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയേ? നാളെ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഉമിനീര് ഒരാൾ കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ എനിക്ക് കമന്റ്, അത് പറയണ്ടുണ്ടായിരുന്നു, ഇതിലൊക്കെ വൃത്തികേടല്ലേ, ബോഡി വേസ്റ്റ് അല്ലേ. ഞാൻ ചോദിച്ചു, നീ തേൻ കുടിക്കാറുണ്ടോ? ഉണ്ട്. എന്നാ അത് പ്രാണിന്റെ ബാറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഛർദിച്ചതാണത്. തേനീച്ച ഛർദിച്ചല്ലോടോ തേന്, വേറെന്താ? അതിനീ മോന്തണ്. സോക്കട് ഉണ്ടെങ്കിലും കുടിക്കണ്, സോക്കട് ഇല്ലെങ്കിലും കുടിക്കണ്. ചില ആൾക്കാർക്ക് രാവിലെ തന്നെ നാസ്തക്ക് വേണ്ടി ഈ മസാലപ്പൊടിയുള്ള കറി വേണ്ടാന്ന് കരുതിയിട്ട് നെയ്യും തേനും കൂട്ടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെയ്യ്, തേന്, ഇത് കഴിച്ച് നല്ല തടിമാടന്മാരും ആരോഗ്യവാന്മാരാകുന്ന ആളുകൾ ഇന്നുണ്ട്, എന്നുണ്ട്. അതെന്താ? നീ ആ നെയ്യൊക്കെ കൂട്ടിയത് എന്താ? ഭക്ഷണത്തിന് വേണ്ടി. തേനല്ലേ? അതൊരു പ്രാണിന്റെ പള്ളേന്ന് ഛർദിച്ചത് വന്നതല്ലേ? അത് നീ ഒന്നും നോക്കാതെ ഒന്നായിട്ട് മോന്തണില്ലേ? എന്താ തേനീച്ചന്റെ മഹത്വങ്ങളിൽ ഒന്ന്? തേനീച്ചയിലേക്ക് നമ്മൾ വഹി ഇറക്കിയിട്ടുണ്ട്. അത് ഏതാ വഹി?
ഹിറാ ഗുഹയിലേക്ക് ഇഖ്റ ഇറങ്ങിയതുപോലുള്ള വഹിയാണോ? അല്ല, അത് ഇൻഫർമേഷൻ എന്ന അർത്ഥത്തിലുള്ള വാക്കാണത്. അപ്പൊ അല്ലാഹു തആല തേനീച്ചയ്ക്കൊന്ന് തോന്നിപ്പിച്ചു എന്നതിന് വഹിയാക്കി അവതരിപ്പിച്ച കാരണത്താ ആ തോന്നിപ്പിച്ച തേനീച്ചയുടെ പള്ളന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് തുപ്പുന്ന ഉമിനീര് ഔഷധം പോലെ നീ വാങ്ങിക്കുടിക്കുന്നു അല്ലെങ്കിൽ മോന്തി കുടിക്കുന്നുവെങ്കിൽ യഥാർത്ഥ വഹി കിട്ടിയ മുഹമ്മദ് മുസ്തഫ പൊന്നോനെ റസൂലുള്ളാഹിക്ക് ബോഡി വേസ്റ്റ് ഇല്ല. അവിടുത്തെ വേർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമാണേ. ഇതാ വേർപ്പ് അനുഭവിച്ചവരാണ് പറയേണ്ടത്. ഉമ്മമാരെ, ഉമ്മു സലൈം ബീവി റളിയല്ലാഹു തആല അൻഹാ അവരുടെ വീട്ടിൽ വന്ന് മുത്തായ മുസ്തഫ വിശ്രമിക്കുമ്പോ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന മുത്തുമണികളെ പോലെ ഉറ്റി ഉറ്റി വീഴുന്ന വേർപ്പുകളില്ലേ. ഉമ്മു സലൈം റളിയല്ലാഹു അൻഹാ കുപ്പിയെടുത്തുകൊണ്ട് അതിലേക്ക് വടിച്ച് നിറക്കുകയാ. ഇടക്ക് റസൂലുള്ളാഹി ഉണരുകയാ. എന്താ ഉമ്മു സുലൈമേ നീ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന വേർപ്പ് ഞാൻ കുപ്പിയിലാക്കുകയാണ്. ഇത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ട്, രോഗത്തിന് ഉപയോഗപ്പെടുത്താറുണ്ട്, അത്തറിന് പകരം തേക്കാറുണ്ട് നബിയേ. ആ സമയത്ത് നമ്മുടെ ചിന്ത പോലെയാണ് റസൂലുള്ളാഹി എങ്കിൽ അത് പ്രമാണമായി വരണ്ട എന്നൊരു കരുതൽ മുത്തുനബിക്ക് ഉണ്ടെങ്കിൽ, ഇത് പിൽക്കാലത്ത് പലരും ട്രോളാക്കുമെന്ന പേടി റസൂലുള്ളാഹിക്ക് ഉണ്ടെങ്കിൽ, അള്ളാന്റെ റസൂല് പറയേണ്ടത് എന്താ? ഞാനും നിന്നെ പോലൊരു മനുഷ്യനാണ്. നീ ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഭക്ഷണം കഴിക്കുന്നു. നീ ഉറങ്ങുന്നു, ഞാനും ഉറങ്ങുന്നു. നിനക്ക് വേർപ്പ് പൊടിയുന്നു, എനിക്കും വേർപ്പ് പൊടിയുന്നു. അങ്ങനെ നിനക്ക് കുപ്പിയിലാക്കണമെങ്കിൽ നിന്റെ വേർപ്പാക്കിയാൽ പോരെ എന്നല്ലേ ചോദിക്കേണ്ടത്? അതല്ല പറഞ്ഞത്, ചോദിച്ചത്. മറിച്ച് എന്നെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഉമ്മു സലൈം ബീവിയാണ് ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തമായി മനസ്സിൽ മുത്തുനബി അവസാന കാലം വരെയുള്ള ആളുകൾക്കുള്ള പ്രാമാണിക ബോധത്തിലേക്ക് സംഭാവനയായി പറയുകയാണ്, ഖദ് അസബ്തി, നീ ചെയ്തത് വളരെ ശരിയാണ്. റസൂലുള്ളാഹിന്റെ വേർപ്പിന് പോലും ദുർഗന്ധമില്ല, അത് അത്തറിനേക്കാൾ പരിമളമുള്ളതാണ്. ആരാണ് മുത്തുനബി? ആരാന്നാ നമ്മൾ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആരാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മളോടുള്ള സ്നേഹം എത്രയാണ്? അതുകൊണ്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിക്കുകയുണ്ടായി, അലിയേ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം എത്രയാണ്? റബീഉൽ അവ്വൽ വരുമ്പോഴുള്ളൊരു പാട്ടിൽ ഒതുങ്ങുന്ന സ്നേഹമാണോ? യാ നബിയിൽ ഒതുങ്ങുന്ന സ്നേഹമാണോ? പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തുള്ള സ്നേഹമാണോ? വെള്ളം കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി ഇത്തിബാ നടത്തിയിട്ടുള്ള കേവലമായ സ്നേഹമാണോ? അല്ല അല്ല. അലിയാരുടെ പ്രതികരണോ? വകാന അഹബ്ബ ഇലൈനാ, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മുഴുവനും മുത്തായ മുസ്തഫ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മിൻ ആബാഇനാ, ഞങ്ങളുടെ വാപ്പമാരേക്കാൾ, വ ഉമ്മഹാത്തിനാ, ഞങ്ങളുടെ ഉമ്മമാരേക്കാൾ, വ അംവാലിനാ, ഞങ്ങളുടെ സകലമാന സമ്പത്തിനേക്കാൾ, വ ഔലാദിനാ, ഞങ്ങളെ സന്താനങ്ങളെക്കാൾ, പോരാ, വമിനൽ മാഇൽ ബാരിദ് അലല്ലമ, ശക്തമായ ദാഹമുള്ള സമയത്ത് തണുത്ത വെള്ളം കിട്ടിയാൽ ആ ദാഹിച്ച് വലഞ്ഞവന് വെള്ളത്തോട് എത്ര പ്രിയമാണോ, അതിനേക്കാൾ മുത്തായ മുസ്തഫാനോട് എനിക്കും എൻ്റെ കൂട്ടാളികളായ സ്വഹാബാക്കൾക്കോ പ്രിയമാണേ, ആർത്തിയാണേ, കാമമാണേ, ദാഹമാണേ. ഇന്നിൽ തീയാ റിഖസബാ യൗമൻ ഇലാ അർളിൽ ഹറം പല്യ സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹതോ മിൻ സൈഫി ഹിജ്രിൽ മുസ്തഫ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ
കാറ്റേ കാറ്റേ റൗളയിലായി വീശുന്നേര എത്തിക്കുമോ പാപിയമേന്നിൽ ഇന്നൊരു അഭിവാദന വചനങ്ങളായി. എത്ര ആളുകളാണ് പാട്ടുപാടിയത്, എത്ര പേരാണ് കരഞ്ഞ റൗളയിൽ വീണ് മരിച്ചത്, എത്ര പേരാണ് ഇന്നും ലക്ഷങ്ങളായി ഒഴുകുന്ന സ്നേഹവുമായി, കരകവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ നുരയുമായി, കരയുന്ന കണ്ണീരുമായി, വിറക്കുന്ന ശരീരവുമായി എത്തിയല്ലോ എന്ന സന്തോഷാധിക്യത്താൽ ഭക്ഷണം മറന്നുകൊണ്ട്, പരിസരം മറന്നുകൊണ്ട്, നൊന്ത് വേദനിക്കുന്ന വേവുന്ന മനസ്സിൽ നിന്നൊഴുകുന്ന പ്രണയത്തിന്റെ കുടം പൊട്ടി അത് കണ്ണുനീരിലൂടെ ബാഷ്പമായി വ്യാഖ്യാനിച്ച് കവളുകൾ നനഞ്ഞുകൊണ്ട് മദീനയിൽ ഇരുന്നും നടന്നും നിന്നും കരയുന്നവര് ഈ രാത്രിയിലും എത്രയാണ്. قرأنا في الضحى ولسوف يعطيك فسر قلوبنا ذاك اللطاء. ഒരു മഹാനായ കവി പൂങ്കവർ പോയി റൗളയിൽ പാട്ടുപാടി കരയുകയാണ്. മുത്തായ നബിയേ, എനിക്കെന്റെ വിഷയത്തിൽ വല്ലാത്ത വിഷമമായിരുന്നു, വല്ലാത്ത ദുഃഖമായിരുന്നു, വല്ലാത്ത ബേജാറായിരുന്നു. അപ്പോഴാണ് ഞാൻ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്തത്. അതിൽ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ എന്ന ആയത്ത് കണ്ടപാടെ എനിക്ക് പ്രതീക്ഷയുടെ മൊട്ടുകൾ വിടരുന്നു നബിയേ, സമാധാനത്തിന്റെ പൂക്കൾ വിരിഞ്ഞു നബിയേ, എൻ്റെ കൽബിന്റെ പരിഭ്രമം പോയി നബിയേ. കാരണം ആ ആയത്തിന്റെ വിശാലമായ അർത്ഥസാധ്യതകളുടെ താല്പര്യത്തില് പരലോകത്ത് തമ്മാടികൾക്ക് വേണ്ടി അങ്ങ് റെക്കമെൻഡ് ചെയ്താൽ അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങയെ തൃപ്തിപ്പെടുത്താൻ പരലോകത്ത് പടച്ചവൻ തയ്യാറാണ് എന്ന അള്ളാഹുവിന്റെ അറിയിപ്പാണല്ലോ നബിയേ. എന്നെ പോലെയുള്ള ദോഷികള് നാളെ ദോഷം ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ കിടന്ന് വേവുമ്പോ അങ്ങേക്ക് സമാധാനമുണ്ടാകുമോ? അതുകൊണ്ട് എന്നെ പോലെയുള്ളവർക്ക് നാളെ ആ റെക്കമെൻഡ് ഉപയോഗപ്പെടുത്തി അങ്ങ് രക്ഷപ്പെടുത്തുമെന്ന് ശുഭാപ്തി പ്രതീക്ഷ എന്നിൽ ഉടലെടുത്തപ്പോൾ ഉറക്കമില്ലാത്ത രാവുകൾ എനിക്ക് പോയി. ഇപ്പോൾ സമാധാനമാണ് നബിയേ. ആ ശഫാഅത്തിന്റെ അധികാരിയല്ലയോ ഇന്ന നിശ്ചയം നമ്മൾ നൽകിയിരിക്കുന്നു. കാതങ്ങൾക്കൽ കൗസർ ശഫാഅത്ത് ചെയ്ത് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്നും അതിനെ തഫ്സീർ കാണാം. الشفاعة هب لنا في القيامة مشفقا واخلنا الله يا سيدي خير النبي الصلاة على النبي. وركة الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. അതുകൊണ്ട് ഈ മദ്ഹിലായി ഇന്നത്തെ രാത്രിയിൽ ഹൃദയം സമാധാനമടഞ്ഞ് നമുക്ക് നിദ്രയിലേക്ക് കാണ്ടുപോകണം. ഒരു പക്ഷേ മധു പറഞ്ഞ് കേട്ട് പോയി കിടക്കുന്ന ഏതോ രാത്രിയായിരിക്കാം. നമ്മുടെ കിനാവിൽ ഹൃദയത്തിനെ പുളകമണിച്ചുകൊണ്ട് ബെഡ്റൂമിൽ പാതിരാവിൻ്റെ ഉള്ളറയിൽ ഈ പാൽപുഞ്ചിരി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതൊരു പക്ഷേ ഇന്ന് രാത്രിയായേക്കാം. വമരീലൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി സല്ലി റബ്ബൽ ആലം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്, ഞാൻ നിർത്താൻ പോവുകയാണ്. നന്നായി എൻ്റെ കൂടെ നിങ്ങളും ഒന്ന് മദീനയിലേക്ക് സഞ്ചരിക്കണേ. പായസം വേഗം കുടിക്കണേ, പെട്ടെന്ന് കൊടുത്ത് തീർക്കണേ. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ. എൻ്റെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടണേ. അത് മഹബത്തിൻ്റെ സ്വർണ്ണ നൂൽപാലത്തിലൂടെ ഭാവന ലോകത്ത് മദീനയിലേക്കൊന്ന് സഞ്ചരിക്കണേ. മദീന മദീന എത്തിയ പാടെ എത്തിയല്ലോ എന്ന നെടുവേർപ്പെടുന്നവർ ഇന്നുമില്ലേ? വരുന്ന സമയത്ത് പിരിയുന്ന ദുഃഖത്താൽ പനി പിടിക്കുന്നവർ ഇന്നുമില്ലേ? പിരിയുന്നതോർത്ത് കരയുന്നവർ ഇന്നുമില്ലേ?
പിരിയണ്ട എന്ന് കരുതിയ മഹബത്തിന്റെ കുടം പൊട്ടി അറ്റാക്ക് വന്ന് മരിച്ച് ജന്നത്തുൽ ബഖയിൽ കിടക്കുന്ന ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, അത് വഫാത്തായ 4-ാം ദിവസം മുതൽ 2026 ഈ 17-ാം തീയതി ഇന്നും സംഭവിക്കുന്നതല്ലേ. റസൂലുള്ളാന്റെ വഫാത്ത് കഴിഞ്ഞ് 4-ാം ദിവസം അള്ളാന്റെ റസൂലിന്റെ ഖബർ കണ്ട് വഫാത്തായ മഹാനില്ലേ, അത് മഹബത്തല്ലേ. ഞാൻ ഈ പറഞ്ഞ സംഭവം 4 ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടതാണ്, ഞാൻ കാണാത്തത് പറയുകയല്ല. നീട്ടി പറയാനും വിശദാംശത്തിലേക്ക് ഇറങ്ങാനും സമയം പര്യാപ്തമല്ല, സമയം വളരെ കുടുസായതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. ചിന്തിക്കണേ, ഞാൻ പറയാൻ ശ്രമിച്ചതും നിങ്ങളുടെ ചിന്തയെ ക്ഷണിച്ചതും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മുത്തായ മുസ്തഫാന്റെ വേർപാടിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യം ഭരിക്കുന്ന കാലമാണ്. ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. ഒരു ദിവസം ചൊല്ലി ചൊല്ലി വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ കിനാവിലതാ കടന്നു വരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ. മരുമകന്റെ പാതിരാവിൽ ഹൃദയത്തെ സായോജ്യമാക്കി കടന്നു വരികയാണ്. അലിയാര് കാണുന്ന കിനാവ് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അലിയാര് പള്ളിയിൽ പങ്കെടുക്കുകയാണ്, സുബഹി നിസ്കാരമാണ്, ഇമാം ഹബീബായ നബിയാണ്. ഇത് കിനാവിൽ കാണുന്ന രംഗമാണേ. നിസ്കാരം കഴിഞ്ഞോ, ദിക്റുകൾ കഴിഞ്ഞോ, അള്ളാന്റെ റസൂൽ എണീറ്റു. അപ്പൊ പള്ളിയുടെ ഒരു ഭാഗത്ത് ഒരു തള്ളയുണ്ട്, ഒരു കവറും പിടിച്ച് നിൽക്കുന്നു. അലിയാരോട് ചോദിച്ചു, ഹബീബായ നബി എവിടെ? അലിയാര് കാണിച്ചു കൊടുത്തു. ഈ ഉമ്മാമ തന്റെ കയ്യിൽ കരുതിയിട്ടുള്ള കവറ് മുസ്തഫായ നബിക്ക് കൊടുക്കുകയാണ്. മുത്തായ മുസ്തഫ അത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ നല്ല മുന്തിരിയാണ്. അപ്പോൾ അലിയാരെ കിനാവിൽ തന്നെ കണ്ട അനുഭവം പങ്കുവെക്കുകയാണ്. ആ മുന്തിരി അള്ളാന്റെ റസൂൽ ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അള്ളാന്റെ റസൂൽ അതിൽ നിന്നൊരു മുന്തിരി തന്നാൽ ഇത് കിനാവാണ്. ആ കരുതിയ പാടെ അള്ളാന്റെ റസൂല് മുന്തിരി തരികയാണ്, ഞാനത് തിന്നുകയാണ്. രണ്ടാമതും എനിക്ക് തോന്നി സ്വാദിഷ്ടകരമായ മുന്തിരിയാണ്. രണ്ടാമത്തതും ഒന്ന് തന്നാൽ അള്ളാന്റെ റസൂല് രണ്ടാമത്തതും തരികയാണ്, ഞാനതും തിന്നുകയാണ്. മൂന്നാമത്തതും തരികയാണ്. പിന്നെ എനിക്ക് തന്നില്ല. ഉടനെ തന്നെ ഞാൻ ഉണരുകയാണ്. അലിയാർ കരയുകയാണ്. റസൂലുള്ളാനെ കണ്ട് സന്തോഷത്തോടെ ഉറങ്ങിയിരുന്ന ആ നിദ്രയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ വൈഷമത്തോടെ കിടക്കപ്പായിലിരിക്കുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുകയാണ്. ഹയ്യാലസ്സലാ ഹയ്യാലസ്സലാ അസ്സലാത്തു ഖൈറും മിനന്നൗം. സുബഹിന്റെ വാങ്കുലി മുഴങ്ങുകയാണ്. അലിയാർ ഉടനെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ഒന്നാം തരം കിനാവല്ലേ കണ്ടത്? മുത്തായ മുസ്തഫാനെ കെട്ടിപ്പുണർന്ന കിനാവിനോടുകൂടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് മുന്തിരി കഴിച്ച സന്തോഷമല്ലേ? മുന്തിരിയാണെന്ന അഭിപ്രായമുണ്ട്, കാരക്കയാണെന്ന അഭിപ്രായമുണ്ട്. എന്താകട്ടെ, ആ ചമർപ്പ് മധുരം അതാ അണ്ണാക്കിലുള്ളതുപോലെ ഒരു അനുഭവം വലിയാർക്ക് ഉണ്ടാകുന്നുമുണ്ട്. അതോടുകൂടി ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഇമാം അള്ളാന്റെ റസൂലല്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലമല്ലേ? സുബഹിക്ക് നേതൃത്വം നൽകുന്ന ഉമർ ഇബ്നുൽ ഖത്താബാണ്. അലിയാര് പിന്നാലെ കൂടി നിസ്കരിച്ചു. അത്തഹിയാത്ത് കഴിഞ്ഞു, ദിക്റൊക്കെ കഴിഞ്ഞ് അലിയാര് എണീക്കുകയാണ്. കണ്ട കിനാവ് ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാ അല്ലാ, എണീറ്റ പാടെ ഒരു അനുഭവമാണ്. ഇന്നലെ രാത്രിയിൽ കണ്ട കിനാവിൽ പ്രത്യക്ഷപ്പെട്ട അതേ തള്ള, അതേ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എണീറ്റപ്പോൾ പള്ളിയുടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഇമാമായ അമീറുൽ മുഅ്മിനീനെ ചോദിക്കുകയാണ്, ഇവിടെ ആള് മാത്രമേ മാറിയിട്ടുള്ളൂ? കിനാവിൽ തള്ള ചോദിച്ചത് മുത്തായ മുസ്തഫാനെയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറിനെയാണ്. അപ്പോൾ അലിയാര് കാണിച്ചു കൊടുത്തു. അലിയാര് അത്ഭുതപ്പെട്ടുകൊണ്ട് കാലും കൈയും വിറക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ തള്ള കയ്യിൽ കരുതിയിട്ടുള്ള ഈത്തപ്പഴത്തിന്റെ അല്ലെങ്കിൽ മുന്തിരിയുടെ പാക്കറ്റ് ഉമറിന്റെ കയ്യിൽ
കൊടുക്കുന്നു. അലിയാരുടെ അത്ഭുതം അതാ ശക്തിയാവുകയാണ്. എന്നാൽ അലിയാർക്ക് കിനാവിൽ ഉള്ളതുപോലെ ആ മുന്തിരി ഒന്ന് എനിക്ക് കിട്ടിയാലെന്ന് ആഗ്രഹം വരികയാണ്. ഉടനെ തന്നെ ഉമർ ഒന്നങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ രണ്ടാമതും ആഗ്രഹം വരികയാണ്, രണ്ടാമത്തതും കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമതും ആഗ്രഹം വരികയാണ്, മൂന്നാമത്തതും കൊടുക്കുകയാണ്. നാലാമത്തത് ആഗ്രഹം വന്നപ്പോൾ ഉമർ പറയുകയാണ്, ഇല്ല തരൂല അലിയേ, നിങ്ങൾക്ക് ഇന്നലെ രാത്രി റസൂലുള്ള തന്നത് 3 എണ്ണമല്ലേ, അതുകൊണ്ട് ഞാനും 3 എണ്ണമേ തരുകയുള്ളൂ, നാലാമത്തത് തരൂല. അലിയാര് ചോദിച്ചു, ഉമറേ ഇന്നലെ എനിക്ക് കിനാവിൽ അല്ലാഹുവിന്റെ റസൂല് 3 മുന്തിരി തന്നത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതാണ് ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉടലെടുത്താലുള്ള കണ്ണിന്റെ മൂർച്ച, ഹൃദയത്തിന്റെ ശക്തി. അതുകൊണ്ട് ഹൃദയത്തിൽ വിരിയണേ, റൂഹിൽ ചാഞ്ചാടണേ, സിറിന്റെ സുറൂറാകണേ, ഹൃദയത്തിന്റെ സുഗന്ധമാകണേ, കണ്ണിന്റെ കൃഷ്ണമണിയാകണേ, ആരോഗ്യത്തിന്റെ ആർജവമാകണേ, വിശ്വാസത്തിന്റെ ശ്രേഷ്ഠ പ്രമാണമാകണേ, പ്രകീർത്തനത്തിന്റെ പ്രാണനാകണേ, പ്രാണന്റെ ജീവനാകണേ, ജീവന്റെ ഓജസ്സാകണേ, ജീവിതത്തിന്റെ തേജസ്സാകണേ, വളർച്ചയുടെ രഹസ്യമാകണേ, ഉയർച്ചയുടെ ഔഷധമാകണേ, ഹൃദയത്തിന്റെ ദാഹശമനിയാകണേ, ജീവിതത്തിന്റെ വിജയമാകണേ, പരലോകത്തിന്റെ ദർപ്പണമാകണേ, ആഖിറത്തിന്റെ അവസാനമാകണേ, ഇഹലോകത്തിന്റെ ക്ഷേമമാകണേ, അന്ത്യശ്വാസത്തിന്റെ ആശ്വാസമാകണേ, ഖബറിന്റെ പ്രകാശമാകണേ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി النبي حاضرون النبي حاضرون علماء علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും 2-3 പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂറിന് മേലെ പ്രസംഗിക്കാറില്ല. എൻ്റെ ഉസ്താദ് മുഹമ്മദ് വാക്കേ പൂക്കോട്ടൂർ എൻ്റെ ഉസ്താദാണ്, അവരുടെ നിർദ്ദേശവും കൂടിയാണ്. എല്ലാ ദിവസവും പരിപാടിയല്ലേ, 4-5 മണിക്കൂർ പ്രസംഗിക്കരുത്, 2 മണിക്കൂർ പ്രസംഗിക്കാൻ. നിങ്ങളെ പാകം അങ്ങനെയാണ്, കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇശായി നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാം നീട്ടരുന്നായിരിക്കും. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടി കോട്ടുവായ പോലും ഇട്ടിട്ടില്ല. എനിക്കിങ്ങനെ നോക്കിയാൽ കാണാമല്ലോ നിങ്ങൾ, ഒരു കുട്ടി പോലും കോട്ടുവായിട്ടിട്ടില്ല. അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഭംഗിയോ ഭാഷയുടെ പ്രാസമല്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ള മഹബത്തിൻ്റെ നനവാണ്. അത് അള്ളാഹു വളർത്തിത്തട്ടെ, ഉയർത്തിത്തട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم صلاة وسلاما دائمين متلازمين إلى يوم الدين. അള്ളാഹുവേ, ഞങ്ങൾ വന്നത്, പകർന്നത്, നുകർന്നത്, ഇവിടെ സംഭാവന നൽകിയത്, പരിപാടി സംഘടിപ്പിച്ചത്, പരിപാടിയിൽ സംഗമിച്ചത് എല്ലാം നീ വല്ലാത്ത സ്വാലിഹത്തായ അഅ്മാലായി ഖബൂലാക്കണേ അല്ലാ. പറഞ്ഞതിലോ ഞങ്ങളുടെ നിയ്യത്തുകളിലോ പിഴവുകൾ ഉണ്ടെങ്കിൽ അർഹമുറാഹിമീനായ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഈ നന്മകളുടെ സവാബുകൾ എത്രയും നിന്റെ അഹബ്ബായ അക്രമായ ഞങ്ങളുടെ ഷഫീആയ പ്രതീക്ഷയായ വസീലയായ ലോകത്തിൻ്റെ വെളിച്ചമായ പരലോകത്തിൻ്റെ പ്രതാപമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലെത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ സ്വഹാബ്, അസ്വാജ്, ആല്, അഹ്ല ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ മഹാന്മാരായ ബദരീങ്ങൾ ഓദീങ്ങളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ താബീങ്ങൾ തബോ താബീങ്ങളിൽ എത്തിക്കണേ അല്ലാ. വിശിഷ്യ വോയിസുൽ ഖറനിയിൽ എത്തിക്കണേ അല്ലാ. ഹസൻ ബസരി തങ്ങളിൽ എത്തിക്കണേ അല്ലാ. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4 അഖ്താബിലും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റേ അഖ്താബ് അവാത്ത് മുജദ്ദിദീങ്ങൾ മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള മഹാന്മാർ മഹദികള് എല്ലാവരിലും എത്തിക്കണേ റബ്ബേ. തൊട്ടടുത്ത് കിടക്കുന്ന വരക്കലുപ്പാപ്പയിൽ എത്തിക്കണേ അല്ലാ. അവരുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖാരിബിലെത്തിക്കണേ അല്ലാ. അവരുടെ ചാരത്തെ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞ് വിശ്രമിക്കുന്ന മഹാനായ ശൈഖുനാ വലിയുല്ലാഹ് ശംസുൽ ഉലമയിൽ എത്തിക്കണേ നാഥാ. അല്ലാഹുവേ അവർക്കൊക്കെ നീ ദറജോർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ദറജോർത്തി കൊടുക്കണേ അല്ലാ. നിന്റെ മഹലായ ഫضل കൊണ്ട് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് വരക്കലുപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ശംസുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് മറ്റ് സാദാത്യങ്ങൾ ഉലമായിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളെ കൽബകൻ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ശരീരം നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതം നീ നന്നാക്കണേ അല്ലാ. വഷളാക്കല്ല അല്ലാ. 2 ലോകത്തും വഷളാക്കല്ല അല്ലാ. നാണം കെടുത്തല്ല അല്ലാ. 2 ലോകത്തും നാണം കെടുത്തല്ലേ മാനം കെടുത്തല്ലേ അല്ലാ. ഐബുകളൊക്കെ മറക്കണേ അല്ലാ. ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. കണ്ടവരിൽ പലരും ഖബറിലാണ്. ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങളടക്കോ ഈ നന്മകളുടെ സവാബ് അവർക്കൊക്കെ നീ എത്തിച്ചവരുടെ ഖബറുകൾ കണ്ടെത്താ ദൂരത്തേക്ക് നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹു ഇവിടെ നേരത്തെ സംഭാവന ചെയ്ത ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്നത്. അവരോട് പിന്നെയും തരണോന്ന് പറഞ്ഞപ്പോൾ 10 ആളുകളാണ് 5000 തന്നത്. പിന്നെ 3000-ആയി 2000-ആയി 1000-ആയി 500-ആയി പടച്ചവനെ ധാരാളം പെണ്ണുങ്ങളും ആണുങ്ങളും നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ വലിയ അമലായി സ്വീകരിക്കണേ അല്ലാ. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അതൊക്കെ നിന്റെ ത്വാഅത്തിലും തൃപ്തിയിലോ അല്ലാഹുവേ നാളത്തെ നന്മയ്ക്കുമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥാ, ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അറിയുന്ന നാഥാ, ഞങ്ങളെ വലയം ചെയ്യുന്ന മുസീബത്തുകൾ അറിയുന്ന നാഥാ, എല്ലാ പരാജയ പ്രതിസന്ധി പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ പൊട്ടിച്ച് പുറത്താക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളുടെ തടവറയിലിടല്ലേ അല്ലാ. നിന്റെ അദാബിന്റെ വാളോങ്ങല്ല അല്ലാ. പടച്ചവനെ ഞങ്ങൾ മരണത്തെ പേടിയുള്ളവരാ, ഖബറിനെ പേടിയുള്ളവരാ, ബാശർ ഓർക്കുമ്പോൾ ഞെടുവീർപ്പിടുന്നവരാ. അല്ലാഹു ആകെ പ്രതീക്ഷ നീ റഹ്മാനാണ് റഹീമാണ് എന്നതാണ്. ആ റഹ്മത്ത് ഞങ്ങളെ തൊട്ട് അകറ്റല്ല അല്ലാ. നീ എത്രയോ തമ്മാടികളെ കൊലയാളികളെ ഔലിയാക്കളാക്കിയവനാ. ഞങ്ങളെ നീ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളുടെ ഇമാമീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടണേ അല്ലാ. രോഗമുള്ളവർക്ക് മാറ്റണേ അല്ലാ. പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിരപരാധികളെ ജയിൽ മോചിതരാക്കണേ അല്ലാ. കാലുകടച്ചിൽ, ഊരകടച്ചിൽ, പടച്ചവന് മുട്ടുകടച്ചിൽ, തലകടച്ചിൽ, അന്ധത, വന്ധ്യത, പല്ലുവേദന, അപസ്മാരം, സകല രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ശിഫയാക്കണേ അല്ലാ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്മിനാ വഷ്ഫിൽ മർളാ യാ ഷാഫി യാ കാഫി യാ മുആഫി യാ അല്ലാഹ്. പടച്ചവനെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് മകളുടെ തലവേദനക്ക് ദ്വാരക്കാ രാവിലെ പറഞ്ഞിരുന്നു. സ്നേഹനിധിയായ കൂട്ടാളിയാ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. ദീനിനെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാത്ര
യാത്രയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സുരക്ഷിതരാക്കണേ അല്ലാ, അപകടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാ. പലവട്ടം പോയി വരാൻ മഖബൂലും മബ്റൂറുമായ ജുംറകൾക്കും മർളിയാ സിയാറത്തിനു തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മണ്ണിന്റെ അടിയിലുള്ള മാതാപിതാക്കൾ ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എനിക്ക് എൻ്റെ ഉസ്താദുമാരായ മുഹമ്മദ് ബാക്കവി അല്ലാഹുവേ 600 കിതാബ് ഉണ്ടാക്കിയ മഹാനാണ്. നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മമ്മിക്കുട്ടി ഹസ്രത്ത് ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഉള്ള ഉസ്താദുമാരോട് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ മഹാനായ സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ, മഹാനായ MT ഉസ്താദ് പാണക്കാട്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അടുത്തായി ഇവിടെ പറഞ്ഞ അലിക്കുട്ടി സ്ഥാന ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.